ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ജടായു സ്തുതിയാണ്. അതായത് ജടായു രചിച്ചിട്ടുള്ള ശ്രീരാമസ്തുതി. അധ്യാത്മ രാമായണം കിളിപ്പാട്ടിൽ ആരണ്യകാണ്ഡത്തിലാണ് ഈ സ്തുതി വരുന്നത്. ചെറിയ ഒരു സ്തുതിയാണ്, പക്ഷെ വളരെ ഗംഭീരമായ സ്തുതിയാണ്. നമുക്ക് ആദ്യം ഈ സ്തുതിയുടെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കാം. ശ്രീരാമചന്ദ്ര മഹാപ്രഭു വനവാസത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യം അദ്ദേഹം വസിക്കുന്നത് ചിത്രകൂടത്തിലാണ്. അവിടെ ലക്ഷ്മണനും സീതാദേവിയും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ആ സമയത്ത് ദശരഥൻ പ്രാണത്യാഗം ചെയ്യുന്നു. ഭരതൻ തിരിച്ചു വരുന്നു. ദശരഥന് വേണ്ട ക്രിയകളൊക്കെ ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം കൂട്ടി സേനയോടുകൂടി ചിത്രകൂടത്തിലേക്ക് വരുന്നു. രാമനെ കാണാൻ വേണ്ടി, തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി. ദശരഥന്റെ ചരമഗതി മനസ്സിലാക്കിയ രാമൻ ദുഃഖിക്കുന്നു. ദശരഥന് വേണ്ട ക്രിയകളെല്ലാം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഭരതനെ മനസ്സിലാക്കിക്കുന്നു. തൻ്റെ കടമ എന്താണെന്ന് പൂർണ്ണമായി ഭരതൻ ഗ്രഹിക്കുന്നു. ശ്രീരാമൻ വനത്തിൽ വസിക്കുകയും ഭരതൻ രാജ്യം ഭരിക്കുകയും വേണം. ഇതാണ് ദശരഥൻ കൊടുത്ത വാക്ക്. അത് പാലിക്കാൻ നമ്മൾ ഇരുവരും ബാധ്യസ്ഥരാണെന്ന് ഭരതനെ ബോധിപ്പിക്കുന്നു. ഭരതൻ താൻ പ്രതീകാത്മകമായി ഭരിക്കാം, അങ്ങയുടെ പ്രതിനിധിയായി ഭരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാമന്റെ പാദുകം സ്വീകരിച്ച് മടങ്ങിപ്പോകുന്നു. ഇനി ഈ പ്രദേശത്തിരിക്കുന്നത് ഉചിതമല്ല എന്ന് രാമൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ആ സ്ഥലം വിട്ടുകൊണ്ട് കൂടുതൽ ആഴമുള്ള ഭാഗത്തേക്ക്, വനത്തിലേക്ക് യാത്ര തുടരുന്നു. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞ് ക്രമേണ പഞ്ചവടി എന്ന് പറയുന്ന ഭാഗത്ത് എത്തുന്നു. അപ്പൊ പഞ്ചവടിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം വഴിമധ്യേ ഒരു പക്ഷിയെ കണ്ടുമുട്ടുന്നു. ഘൃദ്രപക്ഷിയാണ്, അതായത് കഴുകനാണ്. ഭീമാകാരമായ രൂപമാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ രാമൻ ഇതേതോ ഒരു രാക്ഷസനാണെന്ന് ലക്ഷ്മണനോട് പറയുന്നു. ആ സമയത്ത് ആ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ ഇത് സാക്ഷാത് വൈകുണ്ഠനാഥനാണെന്ന് ആ പക്ഷി മനസ്സിലാക്കുന്നു. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവാണിത്, ദശരഥന്റെ പുത്രനാണ് എന്ന് മനസ്സിലാക്കി വളരെ വിനയാൻവിതനായി രാമന്റെ മുമ്പിൽ വന്ന് നമിക്കുന്നു. എന്നിട്ട് രാമനോട് പറയുന്നു, എൻ്റെ പേര് ജടായു എന്നാണ്. ഞാൻ അങ്ങയുടെ പരമഭക്തനാണ്. പോരാത്തതിന് അങ്ങയുടെ പിതാവിൻ്റെ ആത്മമിത്രവുമാണ്. അങ്ങയ്ക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്യാൻ സന്നദ്ധനാണ്. ഇത് കേട്ടപ്പോൾ രാമന് വളരെയധികം സന്തോഷമായി. കാരണം അവൻ്റെ വാക്കിൽ ഒരു സത്യം സ്പന്ദിക്കുന്നുണ്ടെന്ന് രാമൻ മനസ്സിലാക്കി. അപ്പോൾ ഇവൻ എൻ്റെ ഭക്തനാണെന്നും എൻ്റെ പിതാവിൻ്റെ മിത്രനാണെന്നും, പിതാവിൻ്റെ മിത്രനാണെങ്കിൽ എനിക്ക് പിതൃതുല്യൻ തന്നെയാണെന്നും രാമൻ കൽപ്പിക്കുന്നു. അവനെ അനുഗ്രഹിക്കുന്നു. ഞാനിവിടെ പഞ്ചവട്ടിയിൽ ഇനി കുറച്ചു കാലം വസിക്കാൻ പോവുകയാണ്. നീ ഈ പരിസരത്ത് തന്നെ വസിക്കുക. എൻ്റെ സുഹൃത്തായി എൻ്റെ ആദരമെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ സന്തോഷമായി വസിക്കുക എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അങ്ങനെ പഞ്ചവട്ടിയിൽ പ്രവേശിക്കുന്നു. അവിടെ താമസിക്കുന്ന സമയത്ത് ശൂർപ്പണഖ വരുന്നുണ്ട്. പിന്നീട് ഖരദൂഷണന്മാർ വരുന്നുണ്ട്. അവരെയൊക്കെ വധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രാവണൻ്റെ വരവാണ്. രാവണൻ വരുന്നത് സീതയെ തട്ടിക്കൊണ്ടുപോകാനാണ്. അദ്ദേഹം മാരീചനെയും കൂട്ടിയിട്ടാണ് വരുന്നത്. മാരീചൻ ഒരു പൊന്മാനായിട്ട് രാമന്റെ ആശ്രമത്തിൽ പോയി നടക്കുന്നു. സീതാദേവി അത് കണ്ട് ആ മാൻ തനിക്ക് വേണമെന്ന് പറയുന്നു. രാമനെ അയക്കുന്നു. രാമൻ അതിനെ ഒരുപാട് പിന്തുടരുന്നു. പിന്നീട് അമ്പെയ്യുന്നു. അങ്ങനെ അമ്പ് കൊണ്ട് അത് വീണ് കിടക്കുന്ന സമയത്ത് രാമന്റെ ശബ്ദത്തിൽ കരയുന്നു. ആ ശബ്ദം കേട്ട് സീതയ്ക്ക് ഭയം തോന്നുന്നു. ലക്ഷ്മണനെ അയക്കുന്നു. ആ സമയത്ത് ആശ്രമത്തിൽ ആരുമില്ലാത്ത നേരത്ത് രാവണൻ വന്ന് സീതാദേവിയെ ബലമായി പിടിച്ച് കൊണ്ടുപോവുകയാണ്. ആകാശമാർഗമാണ് കൊണ്ടുപോകുന്നത്. സീതാദേവി രാമന്റെ പേര് വിളിച്ച് കരയുകയാണ്. സീതയുടെ ശബ്ദം കേട്ട പക്ഷിശ്രേഷ്ഠനായ ജടായു ഉടനെ തന്നെ പറന്ന് എത്തുകയാണ്. നോക്കുമ്പോൾ രാവണനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. സീതാദേവിയെ ബലമായി പിടിച്ചു കൊണ്ടുപോവുകയാണ്. രാവണന്റെ ശക്തി എന്താണെന്ന് ജടായുവിനറിയാം. പക്ഷെ ഒരല്പം പോലും ഭയം അദ്ദേഹത്തിന് തോന്നിയില്ല. കാരണം എൻ്റെ പ്രഭുവിന് വേണ്ടിയാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഇത് പ്രഭുവിനുള്ള പൂജയാണ്, സേവയാണ് എന്നുള്ള ബോധത്തോടു കൂടി രാവണനോട് യുദ്ധം ആരംഭിച്ചു, സീതയെ മോചിപ്പിക്കാൻ വേണ്ടി. ഗംഭീരമായ യുദ്ധമാണ് ജടായു നടത്തുന്നത്. രാമനോടുള്ള ഭക്തി അദ്ദേഹത്തിന് ശക്തി പകർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അത്രയും ഗംഭീരമായ യുദ്ധം. രാവണന് പോലും ഭയം തോന്നി. രാവണന്റെ കയ്യിൽ ആയുധങ്ങളൊക്കെയുണ്ട്, പക്ഷെ ജടായുവിൻ്റെ കയ്യിൽ ഒന്നുമില്ല. തൻ്റെ കൊക്കും തൻ്റെ പക്ഷങ്ങളും തൻ്റെ കാലുകളും ഉപയോഗിച്ചിട്ടാണ് ആ പക്ഷിശ്രേഷ്ഠൻ യുദ്ധം ചെയ്യുന്നത്. രാവണൻ താൻ തോറ്റുപോകുമോ എന്ന് പോലും ഭയന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ ചന്ദ്രഹാസത്തെ എടുത്തു. ശിവൻ കൊടുത്തിട്ടുള്ള വാളാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ജടായുവിൻ്റെ 2 ചിറകുകളെയും അദ്ദേഹം ഛേദിച്ചു. അങ്ങനെ ജടായു ഭൂമിയിലേക്ക് പതിച്ചു. വളരെയധികം വേദനയുണ്ട്. പ്രാണൻ ഏത് നിമിഷവും പോകാം. അങ്ങനെ കിടക്കുകയാണ്. ആ ദയനീയമായ കിടപ്പ് കണ്ടപ്പോൾ സീതാദേവിക്ക് വല്ലാത്ത ദുഃഖം തോന്നി.
ആ അമ്മ അനുഗ്രഹിക്കുകയാണ്, എൻ്റെ പതിയെ കണ്ട് കാര്യം പറയുന്നത് വരെയും നിന്റെ പ്രാണൻ പോവുകയില്ല. ഇത് കേൾക്കുന്ന സമയത്ത് രാവണന് ഭയം തോന്നുകയാണ്. രാമൻ വരുമോ എന്ന് ഭയന്ന് സീതാദേവിയെ ബലമായി പിടിച്ച് ലങ്കയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. സീതാദേവി ഇവിടെ കൊടുത്ത അനുഗ്രഹം പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് സ്വാർത്ഥപരമായ അനുഗ്രഹമാണെന്ന് തോന്നും. തൻ്റെ കാര്യം ഭർത്താവ് അറിയാൻ വേണ്ടി കൊടുത്ത അനുഗ്രഹമാണെന്ന് തോന്നും. പക്ഷേ അത് ഭക്തോത്തമനായ ജടായുവിന് നൽകുന്ന സദ്ഗതിയാണ് വാസ്തവത്തിൽ. കാരണം രാമനെ കണ്ടിട്ട് വേണം പ്രയാണം. രാമനെ കണ്ടുകൊണ്ട്, രാമന്റെ സ്പർശമേറ്റുകൊണ്ട്, ആ ദിവ്യമൂർത്തിയെ ധ്യാനിച്ചുകൊണ്ട് പ്രയാണം നടത്തിയാൽ സദ്ഗതി കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പൊ സദ്ഗതിക്ക് അർഹനാണ് ഇവൻ എന്ന് മനസ്സിലാക്കി അവനെ അനുഗ്രഹിച്ചതാണ് അമ്മ. ആ അനുഗ്രഹം ഏറ്റു. രാമൻ വരുന്നത് വരെയും അവിടെ ജടായു കിടന്നു. രാമൻ ആദ്യം കാണുമ്പോൾ ഇതൊരു രാക്ഷസനാണെന്ന് വീണ്ടും തെറ്റിദ്ധരിക്കുന്നു. കാരണം ദുഃഖത്തിലാണ്, കണ്ണൊക്കെ കലങ്ങിയിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ ജടായുവാണെന്ന് മനസ്സിലായി ഓടി വന്നു അദ്ദേഹത്തിന്റെ ശിരസ്സെടുത്ത് തന്റെ മടിയിൽ വെച്ചു. ഒരു പിതാവിനോടുള്ള വാത്സല്യം അദ്ദേഹത്തോടും പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ദേഹമൊക്കെ തലോടി കൊടുത്തു. വളരെ സാന്ത്വനമായ വാക്കുകൾ പറഞ്ഞു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഗ്രഹിച്ചു. സീതാദേവിയെ രാവണൻ കൊണ്ടുപോയതാണെന്നൊക്കെ അദ്ദേഹം കേട്ടു. വളരെയധികം ദുഃഖമായി. തൻ്റെ ഭക്തനോടുള്ള, പിതൃതുല്യനായിട്ടുള്ള ഭക്തനോടുള്ള വാത്സല്യം അദ്ദേഹം പ്രകടിപ്പിച്ചു. അങ്ങനെ ക്രമേണ അദ്ദേഹത്തിൻ്റെ പ്രാണൻ പോകുന്നത് വരെയും അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അങ്ങനെ രാമന്റെ രൂപം നോക്കി 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 ആ മഹിമാവ് സ്മരിച്ച് 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 ആ ഒരു ഭാവത്തോടു കൂടി തന്നെ അദ്ദേഹം പ്രാണനെ ത്യജിച്ചു. അപ്പോൾ രാമധ്യാനത്തോടു കൂടിയുള്ള പ്രയാണം അദ്ദേഹത്തിന് ലഭിച്ചു. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹത്തെ വളരെ വിധിപ്രകാരം തന്നെ രാമൻ സംസ്കരിച്ചു. അദ്ദേഹത്തിന് വേണ്ട ഉദകക്രിയകൾ തുടങ്ങിയതെല്ലാം നൽകി തർപ്പണം കൊടുത്തു. അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. തൻ്റെ പിതാവിന് ചെയ്തു കൊടുക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്തു കൊടുത്തു. അത്രയും ശ്രേഷ്ഠമായ ഗതി കൊടുത്തു. അപ്പം രാമനെ ധ്യാനിച്ചു കൊണ്ടുപോയത് കൊണ്ടും രാമൻ്റെ കൈകൊണ്ട് ഉദകക്രിയ ലഭിച്ചതുകൊണ്ടും അദ്ദേഹത്തിന് സദ്ഗതി ഉണ്ടായി. ദിവ്യമായ ശരീരം ലഭിച്ചു. അങ്ങനെ ശോഭിച്ചു നിൽക്കുന്ന ശരീരത്തോടു കൂടിയ അദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വിഷ്ണു പാർഷദന്മാർ വന്നു. കണ്ടാൽ വിഷ്ണുവിൻ്റെ തന്നെ രൂപമാണ് പാർഷദന്മാർക്ക്. അങ്ങനെയുള്ളവർ വന്ന് അവർ ജടായുവിനെ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അവരെല്ലാവരും കൂടി രാമനെ പ്രണമിക്കുന്നു. കാരണം അവർക്കെല്ലാം അറിയാം ഇത് സാക്ഷാത് നാരായണനാണെന്ന്. ആ സമയത്ത് ജടായു തൻ്റെ ഉള്ളിലുള്ള ഭക്തിയെ അഭിവ്യക്തമാക്കാനായി, ആ കൃതജ്ഞതയെ രേഖപ്പെടുത്താനായിട്ട് ഒരു സ്തുതി ചൊല്ലി. ആ സ്തുതിയാണ് ജടായു സ്തുതി. നമുക്ക് ആ സ്തുതിയിലേക്ക് പ്രവേശിക്കാം. അതിലെ പദങ്ങളുടെ അർത്ഥം ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. വളരെ സുന്ദരമായ സ്തുതിയാണ്, ഗംഭീരമായ സ്തുതിയാണ്. ഓം ജടായു സ്തുതി. ഓം ശ്രീ ഗണേശായ നമഃ. അഗണ്യഗുണമാദ്യമവ്യയം അപ്രമേയം അഖില ജഗത് സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരമാത്മാനം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. ഇവിടെ അദ്ദേഹം പറയുകയാണ്, അഹം സന്തതം രാമം പ്രണതോസ്മി. ഞാൻ നിരന്തരം രാമനെ പ്രണമിക്കുന്നു. എന്നും എനിക്ക് രാമനോട് സ്നേഹവും ഭക്തിയും മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ ഓരോ നിമിഷവും രാമനുള്ള പ്രണാമമാണ്. അപ്പോൾ ആശ്രയം നേടിയിട്ടുള്ള, ശരണാഗതി നേടിയിട്ടുള്ള ഭാവത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ നിമിഷവും അങ്ങേക്കുള്ള പ്രണാമമായി ഭവിക്കുന്നത്. അപ്പൊ സന്തതം ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. എങ്ങനെയുള്ള അങ്ങയെ? രാമൻ ആരാണ് എന്നാണ് മറ്റുള്ള പദങ്ങളിൽ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു അഗണ്യ ഗുണം. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാവുന്നതല്ല. അത്രയും അധികം ഗുണമുള്ളവനാണ്. രാമനെ വർണ്ണിക്കാൻ തുടങ്ങിയാൽ സരസ്വതിക്ക് പോലും അത് പൂരിപ്പിക്കാൻ പറ്റുകയില്ല, അത് പൂർണ്ണമാക്കാൻ പറ്റുകയില്ല. കാരണം അനന്തമായ വർണ്ണനയാണ്, അനന്തമായ ഗുണത്തോടു കൂടിയവനാണ്. അങ്ങനെയുള്ള രാമനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അഗണ്യ ഗുണം, ആദ്യം, ഏറ്റവും ആദിയിലുള്ളവനാണ്. അതായത് ഇവിടെ പലതുണ്ടെന്നുള്ള ഈ പ്രപഞ്ചം എന്ന ഭാസമുണ്ടാകുന്നതിന് മുമ്പേ ഭഗവാനുണ്ട്. ഭഗവാനിൽ നിന്നാണ് ഇത് വിരിഞ്ഞത്, ഭഗവാനിലാണ് ഇത് നിലനിൽക്കുന്നത്. ക്രമേണ ഭഗവാനിലേക്കാണ് ഇത് ലയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യനാണ് രാമൻ. അവ്യയം, വ്യയമില്ലാത്തവനാണ്, നാശമില്ലാത്തവനാണ്. ബ്രഹ്മസ്വരൂപനായതുകൊണ്ട് പരിണാമമില്ല. പ്രപഞ്ചത്തിന് പരിണാമം എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇപ്പോൾ കാണുന്ന രൂപവും ഭാവവും അല്ല നാളെ, അടുത്ത നിമിഷം തന്നെ അത് മാറും. അങ്ങനെയുള്ള വ്യയം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ ലോകം. എന്നാൽ രാമന് വ്യയമില്ല. ഈ ലോകത്തിന്, ഈ മാറ്റത്തിന് ആധാരമായി നിൽക്കുന്ന പരബ്രഹ്മ വസ്തുവാണ്. അതുകൊണ്ട് അവ്യയം.
അപ്രമേയം. അദ്ദേഹത്തെ അളക്കാൻ പറ്റില്ല. ഒരു വസ്തുവിനെ അളക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ മനസ്സിന് ഗ്രഹിക്കാൻ സാധിക്കണം. അദ്ദേഹം ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതമല്ല, അതുകൊണ്ട് മനസ്സിനും വിഷയീഭൂതമല്ല. അദ്ദേഹത്തെ അളക്കാൻ പറ്റില്ല. അളവറ്റ സ്വരൂപമാണ് അദ്ദേഹം, അനന്ത രൂപിയാണ്. അഖില ജഗത് സൃതി അഖില ജഗത് സൃഷ്ടി സ്ഥിതി സംഹാര മൂലം. അഖിലം സർവമായിട്ടുള്ള ജഗത്തിൻ്റെ, ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിക്കുകയും പാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നവനാണ് ഭഗവാൻ, അതിൻ്റെ കാരണമായിരിക്കുന്നവൻ. കാരണം ബ്രഹ്മത്തിലാണ് ഇത് മുഴുവൻ സംഭവിക്കുന്നത്. അപ്പോൾ താൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് ബാക്കി എല്ലാത്തിനും നിലനിൽപ്പുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം മൂലമായിരിക്കുന്നവൻ, കാരണമായിരിക്കുന്നവൻ രാമചന്ദ്ര മഹാപ്രഭുവാണ്. അതാണ് ഇവിടെ അഖില ജഗൽ സൃഷ്ടി സ്ഥിതി സംഹാര മൂലം എന്ന് വിളിച്ചിരിക്കുന്നത്. ആ രാമനെ ഞാൻ പ്രണമിക്കുന്നു. പരമം, എല്ലാത്തിനും ഉപരിയുള്ളവനാണ്. അദ്ദേഹത്തിനപ്പുറം ഒന്നുമില്ല. അപ്പൊ എനിക്കിവിടെ ചിന്തിക്കാൻ പറ്റുന്ന പലതുമുണ്ട്. അതിനെയെല്ലാം ഇതല്ല നേതി എന്ന് പറഞ്ഞ് ഞാൻ തള്ളിക്കളയുകയാണെങ്കിൽ ഒടുവിൽ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ഭാവം എനിക്ക് കിട്ടും. അതാണ് പരമമായ ഭാവം. ആ ഭാവത്തിലുള്ളവനാണ് രാമൻ. പരാപരം, പരമെന്ന് ഞാൻ പറയുന്നതിനും അപ്പുറം നിൽക്കുന്നവൻ. അതായത് എൻ്റെ മനസ്സിന് എത്തിപ്പറ്റാൻ പറ്റുന്ന പരിധിയാണ് ഇവിടെ പരം എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ മനസ്സിന് എത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റുമോ ആ അവധിക്കും അപ്പുറമുള്ളവനാണ് ഭഗവാൻ. അതുകൊണ്ട് പരാപരം. ആനന്ദം, അദ്ദേഹത്തിൻ്റെ സ്വരൂപം ആനന്ദമാണ്. എൻ്റെ ഉള്ളിൽ മനസ്സും ബുദ്ധിയും ഒക്കെ അടങ്ങുന്ന സമയത്ത് തെളിഞ്ഞു കാണുന്ന ഒരു അനുഭവമുണ്ട്. അത് ആനന്ദമാണ്. ആ ആനന്ദ സ്വരൂപം ഭഗവാൻ തന്നെയാണ്, രാമൻ തന്നെയാണ്. അപ്പോൾ അകത്ത് വസിക്കുന്നവനാണെന്നും അവിടെ സൂചിപ്പിച്ചു. പരാത്മാനം, പരമമായ ആത്മാവാണ്. ഇപ്പൊ എൻ്റെ അകത്ത് ഞാൻ ആനന്ദമായിട്ട് അറിയുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആത്മാവാണെന്ന് എനിക്ക് തോന്നാം. പക്ഷെ എൻ്റെ ഉള്ളിലുള്ള ആത്മാവ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കേന്ദ്രത്തിലുള്ള ആത്മാവ് തന്നെയാണ്. അതുകൊണ്ട് പരാത്മാവാണ് അദ്ദേഹം. അപ്പോൾ ജീവാത്മാവുമാണ് പരമാത്മാവുമാണ് എന്നിവിടെ അർത്ഥം വന്നു. വരദം, വരത്തെ നൽകുന്നവനാണ്. വരം എന്ന പദത്തിന് ശ്രേഷ്ഠം എന്നർത്ഥമുണ്ട്. അപ്പൊ ശ്രേഷ്ഠമായത് നൽകുന്നവൻ, ഏറ്റവും ശ്രേഷ്ഠമായത് സദ്ഗതിയാണ്, മോക്ഷമാണ്. അത് നൽകുന്നവൻ. വരം, നമ്മൾ വരിച്ചതിനെ നമുക്ക് നൽകുന്നവൻ. നമ്മൾ എന്താണോ ഭഗവാനോട് അർത്ഥിക്കുന്നത് അത് അപ്പോൾ തന്നെ നമുക്ക് നൽകുന്നവനായതുകൊണ്ടും വരദനാണ്. അങ്ങനെയുള്ള രാമനെ സന്തതം അഹം പ്രണതോസ്മി. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആ രാമചന്ദ്ര മഹാപ്രഭുവിനെ ഞാൻ പ്രണമിക്കുന്നു. തുടർന്ന് പറയുകയാണ്, മഹിത കടാക്ഷ വിക്ഷേപി താമരശുചം രഹിതാവധി സുഖമിന്ദിരാ മനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ചാപശര കോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം. വീണ്ടും പറയുകയാണ്, ഞാൻ രാമനെ പ്രണമിക്കുന്നു. എങ്ങനെയുള്ള രാമൻ വിശേഷിക്കുകയാണ്? മഹിത കടാക്ഷ വിക്ഷേപി താമരശുചം. മഹിതം, വളരെ മഹിമാവോട് കൂടിയിട്ടുള്ള, കടാക്ഷം, കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടം. അതായത് കണ്ണിനെ കോർണറിലേക്ക് കൊണ്ടുപോയിട്ട് നോക്കുക. അപ്പൊ നേരെ നോക്കാതെ ഒരു സൈഡിലൂടെ നോക്കുന്ന രീതി, അതാണ് കടാക്ഷം. അപ്പോൾ മഹിത കടാക്ഷ വിക്ഷേപിത, ദൂരെയാക്കപ്പെട്ട, അമര ശുചം. ശുചം എന്നാൽ ദുഃഖം, അമരന്മാരെന്നാൽ മരണമില്ലാത്തവർ, ദേവന്മാര്. ദേവന്മാരുടെ ദുഃഖത്തെ മുഴുവൻ ഭഗവാൻ തൻ്റെ കടാക്ഷം കൊണ്ട് തന്നെ ദൂരെയാക്കുന്നു, ഇല്ലാതെയാക്കുന്നു. അത്രയും മഹിമയോട് കൂടിയ കടാക്ഷമാണ് ഭഗവാനുള്ളത്. അതായത് ഭഗവാൻ നേരെ പോലും നോക്കേണ്ട ആവശ്യമില്ല. ദേവന്മാർ എത്രയോ ദൂരെ നിൽക്കുന്ന സമയത്താണല്ലോ നമ്മൾ കടാക്ഷമായിട്ട് നോക്കുന്നത്. അപ്പൊ എത്രയോ ദൂരെ നിൽക്കുകയാണ്, അകന്ന് നിൽക്കുകയാണ്. അവരെ വെറുതെ ഒന്ന് കടാക്ഷിച്ചാൽ മതി, ആ ഒരു നോട്ടം ലഭിച്ചാൽ മതി, അവരുടെ എല്ലാ ദുഃഖങ്ങളും തീർന്നു പോകും. അത്രയും മഹിമാവോട് കൂടിയ കടാക്ഷമാണ് അങ്ങേക്കുള്ളത്. അപ്പൊ അങ്ങനെയുള്ള അങ്ങ് എന്നെ ഒന്ന് നോക്കിയാൽ എനിക്ക് എത്ര വലിയ ഭാഗ്യമാണെന്ന് ഭക്തൻ ഇവിടെ ചോദിക്കുകയാണ്. അതുകൊണ്ട് മഹിത കടാക്ഷ വിക്ഷേപി താമര ശുചം രഹിതാവധി സുഖം. അവധി എന്നാൽ പരിധി, പരിധി ഇല്ലാത്തതായതുകൊണ്ട് രഹിതാവധി, അങ്ങനത്തെ സുഖമായിരിക്കുന്നവനാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾക്കൊക്കെ തുടക്കവുമുണ്ട് ഒടുക്കവുമുണ്ട്, ഒരു പരിധി അതിനുണ്ട്. അതിനപ്പുറം ആ സുഖം നിലനിൽക്കില്ല. അങ്ങനെയാണ് ലോകത്തിൽ നമ്മൾ കണ്ടുവരുന്നതെല്ലാം. എന്നാൽ ഭഗവത് അനുഭൂതിയിൽ ഉണ്ടാകുന്ന സുഖം ശാശ്വതമാണ്. കാരണം ഭഗവാൻ ശാശ്വതനാണ്. അപ്പൊ അതുകൊണ്ട് അവധിയില്ലാത്ത സുഖമായിരിക്കുന്നവൻ, ആ അവധിയില്ലാത്ത സുഖത്തെ തന്നെയാണ് നേരത്തെ ആനന്ദം എന്ന് വിശേഷിപ്പിച്ചത്. നമ്മുടെ ഉള്ളിൽ പരമാനന്ദമായി അനുഭവിക്കുന്നത് ഭഗവാനെയാണ്. ആ ആനന്ദത്തിന് തുടക്കമോ ഒടുക്കമോ ഇല്ല, അത് നിത്യവസ്തുവാണ്. അതുകൊണ്ട്
രഹിതാവധി സുഖം ഇന്ദിരാ മനോഹരം. ഇന്ദിര എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവിയുടെ മനസ്സിനെ ഹരിച്ചവനാണ്, ലക്ഷ്മി ദേവിയെ പോലും മോഹിപ്പിച്ചവനാണ് ഭഗവാൻ. അത്രയും സുന്ദരനാണ്. ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നവളാണ് ലക്ഷ്മി. അതിപ്പോ അമ്മയുടെ സൗന്ദര്യം കൊണ്ട് മോഹിപ്പിക്കുന്നു എന്ന് സാമാന്യാർത്ഥവും, അമ്മ ഐശ്വര്യത്തിന്റെ ദേവതയാണ്. അപ്പൊ ഐശ്വര്യം എല്ലാവരെയും മോഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടും അമ്മ ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നവളാണ്. ആ അമ്മയെ പോലും മോഹിപ്പിക്കുന്നത് ഭഗവാനാണ്. കാരണം ഭഗവാനാണ് അമ്മയുടെ പോലും ആധാരം. എല്ലാ ഐശ്വര്യവും ഇരിക്കുന്നത് ഈശ്വരനിലാണ്. ഈശ്വരനാണ് രാമൻ. അതുകൊണ്ട് ഇന്ദിരാ മനോഹരം ശ്യാമളം, ശ്യാമള നിറത്തോടു കൂടിയവനാണ് രാമൻ. അതായത് കാർമേഘത്തിന്റെ, പഴുത്ത കാർമേഘത്തിന്റെ നിറം. അപ്പോൾ ഒരു ഇരുണ്ട നിറമാണ് ഭഗവാന്റെ ദേഹത്തിനുള്ളത്. കാരണം അവ്യക്തമൂർത്തിയാണ് രാമൻ. ഇന്ദ്രിയങ്ങൾക്കൊന്നും വിഷയീഭൂതമല്ല. അങ്ങനെ ഇരിക്കുന്ന പൊരുൾ ഇന്ദ്രിയങ്ങളുടെ മുമ്പിൽ തെളിയുകയാണ്. അപ്പോൾ അവ്യക്തമൂർത്തി വ്യക്തമായതാണെന്ന് സൂചിപ്പിക്കാൻ ആ ദേഹത്തിന് ഒരു ഇരുണ്ട നിറം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ശ്യാമള ദേഹത്തോടു കൂടിയവനാണ്. ജടാമകുടോജ്വലം, ജടയെ ശിരസിൽ ധരിച്ചിരിക്കുന്നവനാണ്. മകുടം എന്നാൽ കിരീടം. ജടയെ കിരീടമായി കെട്ടി തലയിൽ വെച്ചിട്ടുള്ളവനാണ്. കാരണം ഇപ്പോൾ താപസ വേഷത്തിലാണ് രാമൻ നിൽക്കുന്നത്. വനവാസ കാലമാണ്. അപ്പോൾ ഒരു താപസൻ ഏതുപോലെയാണോ ജട കെട്ടിയ മുടി തലയിൽ നിർത്തുന്നത്, അതുപോലെ നിർത്തിയിരിക്കുകയാണ്. അത് കിരീടമായി ശോഭിക്കുന്നവനാണ്. അതാണ് ജടാമകുടോജ്വലം. അത്രയും ഗംഭീരമായ ഉജ്ജ്വലമായ കിരീടമായി ആ ജട ശോഭിക്കുന്നു. ചാപശര കോമള കരാംബുജം, കോമളമായ കരാംബുജമാണ്. അംബുജം എന്നാൽ താമര. ഭഗവാന്റെ കൈകൾ കോമളമാണ്, താമരയ്ക്ക് സമാനം കോമളമാണ്. ആ കോമളമായ കൈകളിൽ ഭഗവാൻ ചാപശരങ്ങളെ ധരിച്ചിട്ടുണ്ട്. ചാപം എന്നാൽ വില്ല്, ശരം എന്നാൽ അമ്പുകൾ. അപ്പോൾ ഒരു കൈയിൽ വില്ല് പിടിച്ചിട്ടുണ്ട്, മറ്റേ കൈയിൽ അമ്പ് ധരിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്പും വില്ലും പിടിച്ചു നിൽക്കുന്ന കോമളമായ താമരയ്ക്ക് സമാനമായ കൈകളോട് കൂടിയവനാണ് ഭഗവാൻ. പ്രണതോസ്മ്യഹം രാമം, അങ്ങനെയുള്ള രാമനെ ഞാൻ പ്രണമിക്കുന്നു. ഇതാണ് ഇവിടെ പറഞ്ഞത്. തുടർന്ന് പറയുന്നു, ഭുവന കമനീയ രൂപമീഡിതം ശത രവിഭാസുരം അഭീഷ്ടപ്രദം ശരണദം സുരപാദപമൂലരചിത നിലയനം സുരസഞ്ചയ സേവ്യം പ്രണതോസ്മ്യഹം രാമം. വീണ്ടും പറയുന്നു, പ്രണതോസ്മ്യഹം രാമം, ഞാൻ ആ രാമനെ പ്രണമിക്കുന്നു. എങ്ങനെയുള്ള രാമനാണ്? ഭുവന കമനീയ രൂപം. ഭുവനം എന്നാൽ ലോകം, കമനീയം എന്നാൽ മനോഹരം. ലോകത്തിന്റെ മുഴുവൻ മനസ്സിനെ ഹരിക്കുന്ന അഥവാ ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരമായിരിക്കുന്ന രൂപമുള്ളവനാണ് ഭഗവാൻ. ഭഗവാൻ ഇപ്പോൾ ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ രൂപം ആർക്കും കാണാൻ പറ്റാത്തതാണ്. എന്നാൽ ലോകത്തിലുള്ള ഭക്തരെ മുഴുവൻ അനുഗ്രഹിക്കാനായി ശ്രീരാമചന്ദ്ര മഹാപ്രഭുവായിട്ട് അദ്ദേഹം ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്, രാവണനെ വധിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള ആ രൂപം ഭുവനത്തിന്റെ മുഴുവൻ മനസ്സിനെ ഹരിക്കുന്നതാണ്. ഇവിടെ ഈ ലോകത്തിൽ ആരെല്ലാം ഉണ്ടോ, ഈ ലോകം എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങളിലും ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം മനസ്സിനെ ഹരിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയ ദേഹമാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. അതാണ് ഭുവന കമനീയ രൂപം. അങ്ങനത്തെ രൂപമാണ് ഈഡിതം. ഈഡിതം എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടത്, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന രൂപമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരമായതാണ്. അപ്പൊ മനോഹരമാണെന്ന് പറഞ്ഞ് തന്നെ ആൾക്കാർ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഈഡിതം. അതിന്റെ ഗുണങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഈഡിതം. ദേവന്മാരും അതുപോലെ ഭൂമിയിലുള്ള മഹർഷിമാരും സാധാരണ ജനങ്ങളും പക്ഷികൾ പോലും, ഇപ്പൊ ജടായു ഒരു പക്ഷിയാണ്, അവർ പോലും സ്തുതിക്കുന്നവനാണ്. അതുകൊണ്ട് ഈഡിതം. ശതരവി ഭാസുരം. ശതം എന്നാൽ 100, 100. രവി എന്നാൽ സൂര്യൻ. അപ്പൊ 100 സൂര്യന് സമാനമായി ഭാസുരം ശോഭിക്കുന്നവൻ, അത്രയും കാന്തിയുള്ളവനാണ്. ശ്യാമള ദേഹമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇരുണ്ട ദേഹമാണ്, എന്നാൽ കാന്തിയുമുണ്ട്. വിചിത്രമായ ഒരു ഭാവമാണ്. സാധാരണ കറുപ്പല്ല ഭഗവാന്റെ കറുപ്പ്, പ്രത്യേകമായ ഒരു കറുപ്പാണെന്ന് ഇവിടെ ഗ്രഹിക്കണം. അതുകൊണ്ടാണ് 100 സൂര്യന്മാർ ഒരുമിച്ചുദിച്ചാൽ ഏതുപോലത്തെ ശോഭയുണ്ടാകുമോ അതുപോലത്തെ ശോഭയോടുകൂടിയവനാണ് അദ്ദേഹം. അതാണ് ശതരവി ഭാസുരം അഭീഷ്ടപ്രദം. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അതാണ് അഭീഷ്ടം, അതിനെ നൽകുന്നവൻ പ്രദൻ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് മുഴുവൻ നമുക്ക് നൽകുന്നവൻ. ഇപ്പൊ ഭക്തര് ഭഗവാനെ സമീപിച്ചാൽ അവരുടെ മനസ്സിൽ എന്താഗ്രഹമുണ്ടെങ്കിലും അത് ഭഗവാനോട് തുറന്നു പറയാം. അത് നമുക്ക് യോജിച്ചതാണെങ്കിൽ ഭഗവാൻ നൽകും. അതുകൊണ്ട് അഭീഷ്ടങ്ങളെ നൽകുന്നവനാണ് രാമൻ. ശരണദം, ശരണത്തെ കൊടുക്കുന്നവനാണ്.
ശരണം കൊടുത്താൽ പിന്നെ അവിടെ ചോദിക്കേണ്ടതായി ഒന്നുമില്ല. നേരത്തെ അഭീഷ്ടതം എന്ന് പറഞ്ഞു. നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് നൽകും. നമ്മൾ ശരണം നേടിയാലോ ആ ശരണം നൽകും. ശരണം നൽകിയാൽ പിന്നെ നമ്മൾ ഒന്നും ചോദിക്കുന്നില്ല, ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഭഗവാൻ എൻ്റെ പ്രഭു എന്ന ഭാവത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഞാനാണ് അവന് ശരണം എന്ന ഭാവത്തിൽ ഭഗവാൻ വർത്തിക്കും. അപ്പൊ അവന് വേണ്ടതെല്ലാം അവൻ ചോദിക്കാതെ തന്നെ അവന് കൊടുക്കും. അപ്പോൾ ചോദിക്കുന്ന ഭക്തർക്ക് അത് കൊടുക്കും, ചോദിക്കാതെ തന്നെ ശരണം പ്രാപിച്ചിട്ടുള്ളവർക്ക് എല്ലാം തന്നെ കൊടുക്കും. അതുകൊണ്ട് ശരണദം സുരപാദപ മൂലരചിത നിലയനം. സുര എന്ന് പറഞ്ഞാൽ ദേവന്മാർ. അപ്പൊ ദേവലോകത്തിലുള്ള പാദപം, പാദപം എന്നാൽ വൃക്ഷം. അപ്പൊ ദേവലോകത്തിലുള്ള വൃക്ഷം, അതായത് കൽപ്പതരു, ആ വൃക്ഷത്തിന്റെ മൂലരചിത നിലയനം, അതിന്റെ മൂലം, അതിന്റെ വേര് രചിത നിലയനം, ആ വേരിന് ആശ്രയമായി ഇരിക്കുന്നവൻ. ഇത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. ആദ്യത്തേത് ആ വേരിന് ആശ്രയമായി ഇരിക്കുന്നവൻ, അതായത് സ്വർഗലോകത്തിൽ ഒരു വൃക്ഷമുണ്ട്, അതാണ് കൽപ്പതരു. ആ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ആര് എന്താഗ്രഹിച്ചാലും അത് കൊടുക്കും. അപ്പൊ സ്വർഗലോകത്തിലുള്ളവർക്ക് എല്ലാ ആഗ്രഹങ്ങളും പെട്ടെന്ന് തന്നെ നടത്തി കിട്ടും, കാരണം ആ വൃക്ഷം അവിടെയുണ്ട്. അപ്പോൾ നേരത്തെ അഭീഷ്ടപ്രദം എന്ന് പറഞ്ഞു, അപ്പൊ ആ ഭാവം ആ വൃക്ഷത്തിനുമുണ്ട്. ഭഗവാൻ അഭീഷ്ടപ്രദനായതുകൊണ്ട് ആ വൃക്ഷത്തിന് ആ ശേഷി കിട്ടുന്നത് ഭഗവാനെ ആശ്രയിച്ചിട്ടാണ്. ഭഗവാന്റെ ആശ്രയം ഇല്ലായിരുന്നുവെങ്കിൽ ആ വൃക്ഷത്തിന് ആ സാമർഥ്യമൊന്നും പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവിടെയുള്ള ആ വൃക്ഷത്തിന്റെ ആ ചൈതന്യത്തിന്, ആ ശക്തിക്ക് മുഴുവൻ ആധാരമായിരിക്കുന്നത് ഭഗവാനാണ്. അപ്പൊ അതിന്റെ വാസസ്ഥലം ഭഗവാനായതുകൊണ്ട് അതിന്റെ മൂലം ഭഗവാനിലാണ് എന്ന് കാണിക്കാനായിട്ട് ഇവിടെ സുരപാദപ മൂലരചിത നിലയനം. ഇനി മറ്റൊരു രീതിയിലും ഇത് വ്യാഖ്യാനിക്കാം. നിലയനം എന്നാൽ വാസസ്ഥലമാണ്. അപ്പോൾ സുരപാദപ മൂലത്തെ വാസസ്ഥലമായി രചിച്ചവൻ, അതായത് കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നവൻ, ഭഗവാന്റെ ഒരു ധ്യാനഭാവമായിട്ട് ഇങ്ങനെ എടുക്കാം. കാരണം ഭഗവാൻ എല്ലാ ആഗ്രഹങ്ങളെയും നടത്തി കൊടുക്കുന്നവനാണ്. അപ്പോൾ അത് വ്യക്തമാക്കാനായിട്ട് ഒരു കൽപ്പത്തരുവിന്റെ ചുവട്ടിലാണ് എപ്പോഴും വസിക്കുന്നത്. അപ്പൊ ആ ഭാവത്തിൽ ഇരിക്കുന്നവൻ എന്നർത്ഥവും അവിടെ വന്നു. അങ്ങനെ ഇരിക്കുന്ന രാമനെ ഞാൻ നമിക്കുന്നു. സുരസഞ്ചയ സേവ്യം, അവിടെ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ആ സുരന്മാരുടെ കൂട്ടം, സുരസഞ്ചയം എന്നാൽ സുരന്മാരുടെ കൂട്ടം, ദേവസമൂഹം മുഴുവൻ അദ്ദേഹത്തെ സേവിക്കുന്നു. അദ്ദേഹം ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ ദേവന്മാർ മുഴുവൻ അദ്ദേഹത്തെയാണ് ഉറ്റുനോക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് അദ്ദേഹത്തെ സ്തുതിക്കുന്നുണ്ട്. കാരണം അവരുടെ പ്രഭുവാണ് ഈ നിൽക്കുന്നതെന്ന് അവർക്കറിയാം. സാക്ഷാത് വൈകുണ്ഠനാഥനാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ സേവിക്കുന്നു. ഇനി ധ്യാനഭാവത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ സുരന്മാരുടെ ഇടയിലുള്ള ആ ഗംഭീരമായ കൽപ്പത്തരുവിന്റെ ചുവട്ടിൽ അദ്ദേഹം രാജകീയമായ പ്രൗഢിയോടുകൂടി ഇരിക്കുകയാണ്. അവിടെ ദേവന്മാര് മുഴുവൻ അദ്ദേഹത്തെ ചുറ്റി നിൽക്കുന്നു, അദ്ദേഹത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്നു, സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ പ്രൗഢിയോടുകൂടിയിരിക്കുന്ന രാമനെ ഞാൻ പ്രണമിക്കുന്നു. പ്രണതോസ്മ്യഹം രാമം, അതാണ് ഇവിടെ പറയുന്നത്. തുടർന്ന് പറയുന്നു, ഭവകാനന ദവദഹന നാമധേയം ഭവപങ്കജ ഭവമുഖ ദൈവതം ദേവം ധനുജപതി കോട്ടി സഹസ്ര വിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം. ഞാൻ രാമനെ പ്രണമിക്കുന്നു. എങ്ങനെയുള്ള രാമനാണ്? ഭവകാനന ദവദഹന നാമധേയം. ഭവം എന്ന് പറഞ്ഞാൽ സംസാരം, ജനന മരണ ചക്രം. കാനനം എന്നാൽ കാട്, ആരണ്യം. അപ്പോൾ സംസാരം ഒരു കാടായിട്ട് ഉപമിച്ചിരിക്കുന്നു. ഈ കാട്ടിൽ പെട്ടുപോയവരാണ് നമ്മൾ എല്ലാവരും. ഈ കാട്ടിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ വഴി തെളിയണമെങ്കിൽ ഈ കാട്ടിലെ വൃക്ഷങ്ങളെല്ലാം ഇല്ലാതെയായി കാട് തുറസാകണം. അപ്പൊ സംസാരം ഇല്ലാതെയാകും. അതിനായിട്ടുള്ള ദവ ദഹന, ദവം എന്നാൽ അഗ്നി. അപ്പോ കാട്ടുതീയാണ് രാമചന്ദ്ര മഹാപ്രഭു. ഏത് കാട്ടുതീയാണ്? സംസാരമാകുന്ന കാട്ടുതീയാണ്. കാട്ടുതീ എന്താണ് ചെയ്യുക? ദഹനമാണ് ചെയ്യുക, ദഹിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ സംസാരമാകുന്ന കാട്ടിൽ പടർന്ന് പന്തലിക്കുന്ന ഒരു അഗ്നിയാണ് രാമൻ. ആ സംസാരത്തെ മുഴുവൻ അത് ദഹിപ്പിക്കും. അങ്ങനത്തെ നാമധേയം, നാമത്തോടു കൂടിയവനാണ് രാമൻ. രാമനാമത്തിന്റെ മഹിമയാണ് ഇവിടെ ജടായു ഓർക്കുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു സ്തോത്രം കേട്ടതാണ്. അവിടെ രാമനാമ മഹിമ നമ്മൾ ധ്യാനിച്ചതാണ്. അത്രയും ശക്തിയുള്ള നാമമാണ്. നമ്മുടെ എല്ലാ പാപങ്ങളെയും രാ എന്ന ശബ്ദം പുറത്തേക്ക് തള്ളുമെന്നും മകാരം അതകത്തേക്ക് വരാതെ തടയുമെന്നും അവിടെ പറഞ്ഞു. അതുകൊണ്ട് രാമ എന്ന ശബ്ദം ജപിച്ചാൽ എല്ലാ പാപങ്ങളും ദഹിക്കും. പാപങ്ങൾ പൂർണ്ണമായി ഇല്ലാതെയായാൽ സംസാരം സ്വാഭാവികമായും ഇല്ലാതെയാകും.
കാരണം നമ്മുടെ ഉള്ളിലുള്ള വാസനകളുടെ ഫലം നേടാനാണ് നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും. അപ്പോൾ ഉള്ളിലുള്ള വാസനകൾ മുഴുവനായി ഇല്ലാതെയാക്കിയാൽ ആ രാമനാമത്തിന് അത് സാധിക്കും. അങ്ങനെ ഇല്ലാതെയാക്കിയാൽ സംസാരം ഇല്ലാതെയാകും. അപ്പൊ ഭഗവാന്റെ നാമത്തിന്റെ മഹിമ ഇവിടെ പറയുകയാണ്. ഭഗവാന്റെ നാമം ജപിക്കുന്നവർക്ക് സംസാരം പെട്ടെന്ന് തന്നെ നശിക്കും, അവർക്ക് മുക്തി ലഭിക്കും. അപ്പോ ഭവകാനന ദവദഹന നാമധേയം, അങ്ങനത്തെ പേരോടുകൂടിയവനാണ് ഭഗവാൻ. ഭവപങ്കജ ഭവമുഖ ദൈവതം. ഭവൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്, സാക്ഷാത് പരമശിവൻ. പങ്കജ ഭവൻ എന്ന് പറഞ്ഞാൽ പങ്കജത്തിൽ നിന്നും ഉദ്ഭവിച്ചവൻ, താമരയിൽ നിന്നും ഉദ്ഭവിച്ചവൻ ബ്രഹ്മാവ്. അപ്പോൾ ശിവനും ബ്രഹ്മാവും മുഖ ദൈവത്വം തുടങ്ങിയിട്ടുള്ള, അവർ മുമ്പിൽ നിൽക്കുന്ന, അവർ നായകന്മാരായിട്ടുള്ള, മറ്റുള്ളവരെ എല്ലാം ആയിട്ടുള്ള ആൾക്കാരുടെ ദൈവതമാണ്. അവർക്ക് ദേവനായിരിക്കുന്നവനാണ്. അപ്പൊ മറ്റുള്ള ആൾക്കാർ, മുഖശബ്ദം കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇന്ദ്രാദി ദേവന്മാരെയാണ്. അപ്പോൾ ത്രിമൂർത്തികളിൽ പ്രധാനികളാണ് ശിവനും ബ്രഹ്മാവും. അവരും അതുപോലെ ശേഷിക്കുന്ന ആൾക്കാർ, ആ ദേവന്മാര് മുഴുവൻ ഭഗവാനെയാണ്, മഹാവിഷ്ണുവിനെയാണ് ദേവനായിട്ട് കരുതുന്നത്, അദ്ദേഹത്തെയാണ് സേവിക്കുന്നത്. ആ സാക്ഷാത് നാരായണൻ തന്നെയാണ് ഇവിടെ അമ്പും വില്ലും പിടിച്ചു നിൽക്കുന്ന രാമനായിട്ട് ശോഭിക്കുന്നത്. അതുകൊണ്ട് ഭവപങ്കജ ഭവമുഖ ദൈവതം ദേവം, പ്രകാശസ്വരൂപനായതുകൊണ്ട് ദേവൻ. 100 സൂര്യന്റെ പ്രഭയുണ്ടെന്ന് നേരത്തെ പറഞ്ഞു, അതേ അർത്ഥം. ഇനി ദാനം കൊടുക്കുന്നവനായതുകൊണ്ടും ദേവനാണ്. എന്ത് ആഗ്രഹിച്ചാലും അത് കൊടുക്കുന്നവനാണ്. ക്രീഡിക്കുന്നവനായതുകൊണ്ടും ദേവനാണ്. കളിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ക്രീഡയാണ്, ലീലയാണ്. അപ്പോൾ ഇവിടെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നുള്ളതെല്ലാം ഭഗവാന് കളിയാണ്, അതുകൊണ്ടും ദേവനാണ് അദ്ദേഹം. അപ്പൊ ദേവം ധനുജപതി കോട്ടി സഹസ്ര വിനാശനം. ധനുജപതി, ധനുജ എന്ന് പറഞ്ഞാൽ ദാനവൻ, ദാനവന്റെ പതി എന്ന് പറഞ്ഞാൽ രാജാവ്. കോട്ടി സഹസ്രം, സഹസ്രം എന്നാൽ 1000, 1000ന്റെ കോടി. അത്രയും അധികം ദാനവ രാജാക്കന്മാരെ വിനാശനം, നശിപ്പിച്ചവനാണ്. എത്രയോ അവതാരങ്ങൾ ഭഗവാൻ എടുത്തിരിക്കുന്നു. രാമൻ എന്നുള്ളത് ഒരു ഒറ്റ അവതാരം മാത്രമല്ല, എത്രയോ അവതാരങ്ങൾ അദ്ദേഹം എടുത്തിരിക്കുന്നു. മത്സ്യമായും കൂർമ്മമായും വരാഹമായും നരസിംഹമായും വാമനനായും പരശുരാമനായും രാമനായും ശ്രീരാമനായും ശ്രീകൃഷ്ണനായും ബലരാമനായും ബുദ്ധനായും അങ്ങനെ ഒരുപാട് അവതാരങ്ങളെ, കൽക്കിയായും ഒക്കെ അദ്ദേഹം അവതരിക്കുന്നു. അങ്ങനെ അവതരിക്കുന്ന സമയത്തെല്ലാം അദ്ദേഹം ഓരോ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നു. അപ്പൊ ഇവിടെ ധനുജപതി എന്ന പദത്തിൽ നിന്നും നമുക്ക് എല്ലാ ദുഷ്ടന്മാരെയും എടുക്കാം. ദുഷ്ടത കാണിക്കുന്നവരെയും അതിനെ പ്രേരിപ്പിക്കുന്നവരെയും മുഴുവൻ ആ പദത്തിൽ എടുക്കാം. അങ്ങനെയുള്ള ദുഷ്ടന്മാരെ മുഴുവൻ എത്രയോ തവണ നിഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കോട്ടി സഹസ്ര വിനാശനം എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ലീലയാടിയിട്ടുള്ളവനാണ്, അതുകൊണ്ടും ദേവനാണ്. നേരത്തെ പറഞ്ഞ കളിക്കുന്നവൻ എന്ന അർത്ഥം അവിടെ കൂടുതൽ വ്യക്തമായി. ധനുജപതി കോട്ടി സഹസ്ര വിനാശനം മനുജാകാരം. മനുജൻ എന്നാൽ മനുഷ്യൻ, മനുഷ്യന്റെ ആകാരത്തെ സ്വീകരിച്ചിരിക്കുന്നവൻ. ഭഗവാൻ മനുഷ്യനാണോ? അല്ല. എന്നാൽ മനുഷ്യന്റെ ആകാരത്തെ സ്വീകരിച്ച് ഇവിടെ ശോഭിക്കുകയാണ്. മനുഷ്യന്റെ പരിമിതിയൊന്നും ഭഗവാനില്ല. മനുഷ്യനായിട്ട് നടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കപടമാനവനാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ രൂപം യഥാർത്ഥത്തിൽ എന്താണെന്ന് ആർക്കും അറിയില്ല. പക്ഷെ മനുഷ്യന്റെ രൂപമെടുത്ത് നമ്മുടെ ഇടയിൽ വന്ന് ശോഭിക്കുകയാണ്. ഹരിം, ഹരിയാണ്, സാക്ഷാത് ഹരി. എല്ലാ പാപങ്ങളെയും ഹരിക്കുന്നവൻ, മനസ്സിനെ ഹരിക്കുന്നവൻ, സദ്ഗതിയെ നൽകുന്നവൻ, ആ സാക്ഷാത് മഹാവിഷ്ണുവാണ് ഹരി. ഇത് ചേർത്തും വായിക്കാം. മനുജാകാരം എടുത്തുകൊണ്ട് ഭൂമിയിൽ വന്നിട്ടുള്ള സാക്ഷാത് ഹരിയാണ് അവിടുന്ന് എന്നും നമുക്ക് പറയാം. അങ്ങനെയുള്ള മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം, ആ രാമനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. തുടർന്ന് പറയുകയാണ്, ഭവഭാവനാഹരം ഭഗവത് സ്വരൂപിനം ഭവഭീതിവിരഹിതം ഭവഭീവിരഹിതം മുനിസേവിതം പരം ഭവസാഗര തരണാഘ്രിപോതകം നിത്യം ഭവനാശായ അനിശം പ്രണതോസ്മ്യഹം രാമം. ഞാൻ രാമനെ പ്രണമിക്കുന്നു. എങ്ങനെയുള്ള രാമനാണ്? ഭവഭാവനാഹരം. ഇവിടെ ഭവഭാവന, ഭാവന എന്ന് പറഞ്ഞാൽ ഇവിടെ സൃഷ്ടി എന്ന അർത്ഥമാണ് വരുന്നത്. അപ്പൊ ഭവത്തിന്റെ സൃഷ്ടിയെ ഹരിക്കുന്നവനാണ്. അതായത് ഇവിടെ എന്തുകൊണ്ടാണ് ഭവം എന്നാൽ സംസാരം, എന്തുകൊണ്ടാണ് സംസാരം സൃഷ്ടിക്കപ്പെടുന്നത്? നമ്മുടെ ഉള്ളിൽ കർമ്മങ്ങൾ ഉള്ളത് കൊണ്ടാണ്, കർമ്മവാസനകൾ ഉള്ളത് കൊണ്ടാണ്. ആ വാസനകൾ എല്ലാം ക്ഷയിച്ചു കഴിഞ്ഞാൽ, ഭസ്മമായി കഴിഞ്ഞാൽ പിന്നെ കർമ്മമില്ല. കർമ്മമില്ലെങ്കിൽ നമുക്ക് ജനനവുമില്ല, മരണവുമില്ല. അപ്പോൾ ഭാവന എന്ന് പറയുന്നത് വാസ്തവത്തിൽ കർമ്മത്തിന്റെ ഫലം തന്നെയാണ്. ആ ഫലമാണ് ഇതിനെ വിരിയിക്കുന്നത്, അതിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കുന്നവനാണ്.
നമ്മുടെ വാസനകളെ മുഴുവൻ തീർത്ത് നമുക്ക് മുക്തിയെ നൽകുന്നവനാണ്. അതുകൊണ്ട് പിന്നെ സംസാരം അനുഭവിക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ടാവുകയില്ല. ഇനി ഭാവന എന്ന് മലയാളത്തിൽ അർത്ഥമെടുത്താൽ തന്നെ ഈ സംസാരം മുഴുവൻ നമ്മുടെ സങ്കല്പം മാത്രമാണ്, ഒരു ഭ്രമമാണിത്. വാസ്തവത്തിൽ ഇവിടെ ഉള്ളത് വാസ്തവത്തിൽ ഈശ്വരൻ മാത്രമാണ്. അപ്പോൾ ഇതൊരു ഭാവനയാണെങ്കിൽ ആ ഈശ്വരനെ നമ്മൾ അറിഞ്ഞാൽ ഈ ഭാവന തനിയെ ഇല്ലാതെയാകും. അതുകൊണ്ടും ഭവഭാവനാഹരം എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. ഒരു കയറിൽ നമ്മൾ പാമ്പിനെ കണ്ടാൽ അത് കയറാണെന്ന് തിരിച്ചറിയുമ്പോൾ പാമ്പില്ലാതെയായി. അതുപോലെ ഈശ്വരനിൽ മായയെ കണ്ടാൽ അത് ഈശ്വരനാണെന്ന് തിരിച്ചറിഞ്ഞാൽ മായ ഇല്ലാതെയാകും. അതുകൊണ്ട് ഭവഭാവനാഹരം ഭഗവൽ സ്വരൂപിണം, ഭഗവാൻ എന്ന സ്വരൂപത്തിൽ ഇരിക്കുന്നവനാണ് അങ്ങ്. ഭഗവാൻ ഭഗയുള്ളവൻ. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഈ 6 ഗുണങ്ങളെ ഭഗ എന്ന് വിളിക്കുന്നു. ഇത് ആരിലുണ്ടോ അവൻ ഭഗവാൻ. അങ്ങനെ ഒരുവനെ ഇവിടെയുള്ളൂ, അത് അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് ഭഗവൽ സ്വരൂപിണം, സാക്ഷാത് മഹാവിഷ്ണു അവിടുന്ന് തന്നെയാണ്. ഭവഭീ വിരഹിതം, ഭവ ഭീ, ഭീ എന്നാൽ ഭയം, ഭവം എന്നാൽ സംസാരം, സംസാരത്തിൽ നിന്നും ഉണ്ടാകുന്ന ഭയം വിരഹിതമില്ലാത്തവനാണ് അവിടുന്ന്. അങ്ങയ്ക്ക് സംസാര ഭയമില്ല, കാരണം അങ്ങ് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അങ്ങ് നിത്യവസ്തുവാണ്, സനാതനമായ പൊരുളാണ്. അതുകൊണ്ട് ഭവഭീ വിരഹിതം മുനിസേവിതം, മുനികളാൽ സേവിതനാണ് അങ്ങ്. മനനം ചെയ്യുന്നവരാണ് മുനി. അങ്ങയുടെ സ്വരൂപത്തെ മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവർ, അവർ അങ്ങനെ തന്നെ അങ്ങയെ ധ്യാനിക്കുന്നു. അതുകൊണ്ടാണ് അവർ മുനിയായത്. അങ്ങയെ സേവിക്കുന്നത് കൊണ്ടാണ് അവർ മുനിയായത്. അതുകൊണ്ട് മുനി സേവിതം. ഇനി നേരത്തെ പറഞ്ഞ വാക്കുമായി ചേർത്തും നമുക്ക് വായിക്കാം. അപ്പോൾ സംസാരത്തിൽ ഉണ്ടാകുന്ന ഭയത്തെ മുഴുവൻ ത്യജിച്ചിട്ടുള്ള മുനികളാൽ സേവിക്കപ്പെടുന്നവനാണ് അങ്ങ്. അപ്പോൾ ഭവഭീ വിരഹിതം മുനി സേവിതം എന്ന് ഒരുമിച്ചും നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ രണ്ടായിട്ടും എടുക്കാം. പരം, എല്ലാത്തിനും ഉപരിയുള്ളവനാണ്. അങ്ങയുടെ ഉപരി ഒന്നുമില്ല, അങ്ങ് പരനായിരിക്കുന്നവനാണ്. ഭവസാഗര തരണാഘ്രി പോതകം, ഭവം സംസാരം, അതിനെ ഒരു സാഗരമായിട്ട് ഉപമിച്ചിരിക്കുന്നു. നേരത്തെ ഒരു കാടായിട്ട് ഉപമിച്ചു, ഇവിടെ സാഗരമായിട്ട് ഉപമിക്കുകയാണ്. ഈ സാഗരത്തിൽ പെട്ടുപോയ നമുക്ക് രക്ഷ വേണമെങ്കിൽ ഇത് മറികടക്കണം. ഇത് മറികടക്കണമെങ്കിൽ നമുക്കൊരു പോതം വേണം, അതായത് തോണി വേണം. അപ്പൊ ആ തോണി, ആ പോതകം എന്താണെന്ന് ചോദിച്ചാൽ അത് അങ്ങയുടെ അംഘ്രിയാണ്, കാലാണ്. ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചാൽ ഭവസാഗരത്തെ തരണം ചെയ്യാം. അപ്പോൾ ഭവസാഗരത്തെ തരണം ചെയ്യാൻ സഹായിക്കുന്ന ഒരു പോതകം, ഒരു തോണിയാണ് അങ്ങയുടെ അംഘ്രി, അങ്ങയുടെ കാലുകൾ. അങ്ങനത്തെ കാലുകളോട് കൂടിയവൻ, അതായത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഭക്തിയോടുകൂടി ആശ്രയിച്ചാൽ നമുക്ക് ജനന മരണ ചക്രത്തിൽ നിന്നും മോചനം ലഭിക്കും. പിന്നെ നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ശരണാഗതി മാത്രം ഉണ്ടായാൽ മതി. കാരണം ഭഗവാൻ ശരണതനാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ ഭവസാഗര തരണാഘ്രി പോതകം നിത്യം. എന്തുകൊണ്ടാണ് അങ്ങയുടെ പാദങ്ങളെ ആശ്രയിച്ചാൽ ഭവസാഗരം തരണം ചെയ്യാൻ പറ്റുന്നത്? അങ്ങ് നിത്യനാണ്. സംസാരം അനിത്യമാണ്, അങ്ങ് നിത്യനാണ്. അങ്ങയെ ആശ്രയിച്ചതുകൊണ്ട് മാത്രമാണ് താൽക്കാലികമായ നിലനിൽപ്പെങ്കിലും സംസാരത്തിനുള്ളൂ. അപ്പൊ ആ നിത്യനായ അങ്ങയെ ആശ്രയിച്ചാൽ സംസാരം പാടെ തന്നെ ഇല്ലാതെയാകും. അതുകൊണ്ട് നിത്യം ഭവനാശായ അനിശം പ്രണതോസ്മ്യഹം രാമം. അങ്ങനെയുള്ള രാമനെ ഞാൻ പ്രണമിക്കുന്നു. എന്തിനു വേണ്ടി? ഭവനാശായ, സംസാരത്തെ നശിപ്പിക്കാൻ വേണ്ടി. അനിശം, നിരന്തരം, എപ്പോഴും ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. അപ്പൊ അങ്ങയെ പ്രണമിക്കുന്നതിന്റെ കാരണം എന്താണ്? സംസാരനാശമാണ്. ഈ ജനന മരണ ചക്രത്തിൽ നിന്നും ശാശ്വതമായ മോചനം എനിക്ക് നൽകുക, അതായത് മുക്തി നൽകുക. ഒന്നും കൂടി കാവ്യാത്മകമായി പറഞ്ഞാൽ വൈകുണ്ഠ പ്രാപ്തി നൽകുക. കാരണം വൈകുണ്ഠം എന്ന് പറയുന്നത് മുക്തിപദം തന്നെയാണ്, സംസാര സാഗരത്തിന് തരണം ചെയ്തിട്ടുള്ള ഭാവമാണ്. അപ്പൊ ഭവനാശായാനിശം പ്രണതോസ്മ്യഹം രാമം. തുടർന്ന് പറയുകയാണ്, ഗിരിശഗിരിസുതാ ഹൃദയാംബുജാവാസം ഗിരിനായകധരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ചയതനുജേന്ദ്ര സേവിതപാദം സുരപമണിനിഭം പ്രണതോസ്മ്യഹം രാമം. ഞാൻ രാമനെ പ്രണമിക്കുന്നു. എങ്ങനെയുള്ള രാമനാണ്? ഗിരിശഗിരിസുതാ ഹൃദയാംബുജ വാസം. ഗിരിശൻ, ഗിരിയിൽ വസിക്കുന്നവൻ. ആരാത്? സാക്ഷാത് പരമശിവൻ, മഹാദേവൻ. ഗിരിസുത, ഗിരിസുത എന്നാൽ പർവ്വതത്തിന്റെ മകൾ, ഹിമവാന്റെ പുത്രി. ആരാ? പാർവതി. അപ്പോൾ ശിവന്റെയും പാർവതിയുടെയും ഹൃദയാംബുജം, ഹൃദയമാകുന്ന അംബുജം, അംബുജം എന്നാൽ താമര, ആ താമരയിൽ വാസം, വസിക്കുന്നവനാണ്.
പരമശിവന്റെയും പാർവതി ദേവിയുടെയും ഹൃദയം ഒരു താമരയായിട്ട് സങ്കല്പിച്ചാൽ അതിൽ വസിക്കുന്നവനാണ്. അതായത് അവരുടെയും ആത്മാവായിരിക്കുന്നവനാണ്. എല്ലാവരുടെയും ആത്മാവ് വസിക്കുന്നത് ഹൃദയമാകുന്ന താമരയിലാണെന്ന് ധ്യാനിക്കും. അപ്പൊ ശിവന്റെ ആത്മാവും രാമൻ തന്നെയാണ്, പാർവതിയുടെ ആത്മാവും രാമൻ തന്നെയാണ്. ശിവനും ശക്തിയുമായി ശോഭിക്കുന്നത് വാസ്തവത്തിൽ രാമൻ തന്നെയാണ്, സാക്ഷാത് മഹാവിഷ്ണു തന്നെയാണെന്നിവിടെ ജടായു പറയുന്നു. അതാണ് ഗിരീശ ഗിരിസുതാ ഹൃദയാംബുജാവാസം ഗിരിനായകധരം. ഗിരി എന്നാൽ പർവ്വതം, പർവ്വതങ്ങളുടെ നായകൻ എന്ന് പറഞ്ഞാൽ ഹിമവാൻ. ഹിമവാനെ ധരിക്കുന്നത് അങ്ങാണ്, ഹിമവാനെ നിലയ്ക്ക് നിർത്തുന്നത് അങ്ങാണ്. ഹിമവാൻ ഇളകാതെ എങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഗിരിനായകധരം. ഇനി ഭൂമി സ്വരൂപത്തിൽ ഇരിക്കുന്നവൻ എന്ന അർത്ഥവും എടുക്കാം. കാരണം പർവ്വതങ്ങളെ മുഴുവൻ താങ്ങുന്നത് ഭൂമിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭൂമി ഭാവത്തിൽ ഇരിക്കുന്നവൻ എന്നർത്ഥവും അവിടെ വരും. ഗിരിനായകധരം ഗിരിപക്ഷാരി സേവ്യം. ഗിരിപക്ഷാരി എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രനാണ്. അതായത് പർവ്വതങ്ങൾക്ക് പണ്ട് ചിറകുണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം. അപ്പൊ അത് പറന്ന് നടക്കുന്നത് കൊണ്ട് പല നഷ്ടങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നുവെന്ന് മനസ്സിലാക്കി ഇന്ദ്രൻ അവരുടെ ആ ചിറകുകളെ മുറിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഗിരിപക്ഷാരി, പക്ഷം എന്നാൽ ചിറക്. അപ്പൊ അതിന്റെ ശത്രുവായിരിക്കുന്നവൻ, അരി എന്നാൽ ശത്രു. അപ്പൊ അങ്ങനെ ഇരിക്കുന്നത് ദേവേന്ദ്രൻ. അപ്പൊ ആ ദേവേന്ദ്രനാൽ സേവ്യനാണ് അവിടുന്ന്. അപ്പൊ ഗിരിപക്ഷാരി സേവ്യം. അപ്പൊ നേരത്തെ ഇവിടെ ഗിരിനായകധരം എന്ന് പറഞ്ഞു. അപ്പൊ ഗിരികളെ നിലയ്ക്ക് നിർത്തിയിട്ടുള്ള ആ ദേവേന്ദ്രനാൽ സേവിക്കപ്പെടുന്നവൻ എന്ന് ചേർത്തും വായിക്കാം. അതല്ലെങ്കിൽ ദേവേന്ദ്രന് ഇത് ചെയ്യാൻ സാധിച്ചത് അങ്ങയുടെ കൃപ കൊണ്ടാണ്. അപ്പൊ ദേവേന്ദ്രൻ പക്ഷങ്ങളെ ഛേദിച്ചുകൊണ്ട് പർവ്വതങ്ങളെ അതത് സ്ഥാനത്ത് നിർത്തി. അങ്ങനെ നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചത് അങ്ങയുടെ കൃപ കൊണ്ടായതുകൊണ്ട് അങ്ങ് തന്നെ ഗിരിനായകധരനും അതുപോലെ ഗിരിപക്ഷാരി സേവ്യനുമായിട്ട് ഭവിച്ചു. തുടർന്ന് സുരസഞ്ചയ ധനുജേന്ദ്ര സേവിത പാദം. സുരസഞ്ചയം ദേവസമൂഹം, ധനുജേന്ദ്രൻ, ധനുജ എന്നാൽ ദാനവൻ, ദാനവന്റെ ഇന്ദ്രൻ. ഇപ്പൊ ദാനവന്റെ രാജാവ്, ദാനവന്റെ രാജാവ് എന്ന് പറയുമ്പോൾ പല ദാനവ രാജാക്കൾ, ഇപ്പൊ മഹാബലി ദാനവ രാജാവാണ്, അദ്ദേഹം സേവിച്ചിട്ടുണ്ട് ഭഗവാനെ. അപ്പൊ അങ്ങനെയുള്ള സേവിത പാദം, അവരാലെല്ലാം സേവിക്കപ്പെട്ടിട്ടുള്ള പാദത്തോടു കൂടിയവനാണ്. ഇപ്പൊ ദാനവകുലത്തിൽ അസുരന്മാരുടെ കൂട്ടത്തിലും ശ്രേഷ്ഠരായവരുണ്ടായിട്ടുണ്ട്. മഹാബലി ഉദാഹരണമാണ്, പ്രഹ്ലാദൻ ഉദാഹരണമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും അങ്ങയെ സേവിച്ചിട്ടുണ്ട്, അങ്ങയുടെ പാദങ്ങളെ സേവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുരസഞ്ചയം, അവർക്ക് പിന്നെ അങ്ങയുടെ പാദം തന്നെയാണ് നിത്യാശ്രയം. എന്ത് പ്രശ്നമുണ്ടായാലും ഓടി വരുന്നത് അങ്ങയുടെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് അവരാലെല്ലാം പൂജിക്കപ്പെടുന്ന പാദത്തോടു കൂടിയവനാണ് അങ്ങ്. അവർക്ക് ആശ്രയം അങ്ങയുടെ പാദമാണ്. കാരണം ഈ പാദം തന്നെയാണ് സംസാര സാഗരത്തെ തരണം ചെയ്യിക്കുന്ന പോതകമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് സുരസഞ്ചയ ധനുജേന്ദ്ര സേവിത പാദം സുരപമണിനിഭം. സുരപമണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലക്കല്ലാണ്. ഇന്ദ്രനീലക്കല്ലിന് സമാനമായിട്ടുള്ള ശോഭയോടുകൂടിയവൻ, അതാണ് സുരപമണിനിഭം. ഇന്ദ്രനീലക്കല്ലിന്റെ ശോഭ, ശ്യാമളനാണെന്ന് പറഞ്ഞു, മേഘത്തിന്റെ പഴുത്ത നിറമാണെന്ന് പറഞ്ഞു, അതൊന്നും കൂടി മൂട്ടി ഉറപ്പിക്കുകയാണ് അങ്ങനത്തെ നിറം. അപ്പൊ ഇന്ദ്രനീലക്കല്ലിന്റെ നിറമാണ് ഭഗവാനുള്ളത്. കൃഷ്ണനെയും ഇതേ ഉപമയോടുകൂടി ഉദാഹരണത്തോടുകൂടി വർണ്ണിക്കാറുണ്ട്. അങ്ങനെ ഉള്ളവനാണ് ഭഗവാൻ. കാരണം അവ്യക്തമൂർത്തിയാണ്, അങ്ങനെ വെട്ടിത്തിളങ്ങുന്നവനാണ്. അപ്പൊ മണിക്ക് സമാനമായി വെട്ടിത്തിളങ്ങുന്നവനാണ്. കാരണം 100 സൂര്യന്മാരുടെ കാന്തി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവ്യക്തമൂർത്തി ആയതുകൊണ്ട് ഇരുണ്ടിട്ടാണ്, എന്നാൽ നല്ല പ്രകാശവും കാന്തിയും ഉണ്ട്. അപ്പൊ പ്രത്യേകമായ ഒരു ഭാവമാണ്. അതുകൊണ്ട് സുരപമണിനിഭം പ്രണതോസ്മ്യഹം രാമം, അങ്ങനെയുള്ള രാമനെ ഞാൻ പ്രണമിക്കുന്നു. തുടർന്ന് പരദാരാർത്ഥ പരിവർജിത മനീഷിനാം പരപുരുഷ ഗുണഭൂതി സന്തുഷ്ടാത്മനാം പരലോകൈകഹിത നിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം, ഞാൻ രാമനെ പ്രണമിക്കുന്നു. എങ്ങനെയുള്ള രാമനാണ്? സേവ്യം, സേവിക്കപ്പെടുന്ന രാമനാണ്. ആരാലൊക്കെയാണ് സേവിക്കപ്പെടുന്നത്? അതാണ് പറയുന്നത്. പരദാരാർത്ഥ പരിവർജിത മനീഷിനാം സേവ്യം. പരദാരം, ദാരം എന്നാൽ ഭാര്യ. അപ്പൊ പരന്മാരുടെ ഭാര്യയെയോ, അതുപോലെ അർത്ഥം എന്നാൽ സമ്പത്ത്, ധനം. അപ്പൊ പരന്മാരുടെ ഭാര്യയെയോ സമ്പത്തിനെയോ പരിവർജിത, ആഗ്രഹിക്കാതെ, അതിനെ ഉപേക്ഷിച്ചു, അതെനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കുന്ന ധർമ്മബോധമുള്ള മനീഷിനാം, ഋഷികളാൽ, മനികളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ആൾക്കാരാൽ, അങ്ങനത്തെ നല്ല മനീഷികളാൽ സേവ്യമായവനാണ്. അവരങ്ങയാണ് സേവിക്കുന്നത്. അങ്ങയെ സേവിക്കുന്നത് കൊണ്ടാണ് ഈ ഗുണമുണ്ടായത്. അങ്ങയെ സേവിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഗുണമുണ്ടാവണം. അതായത് തനിക്കുള്ളത് താൻ സ്വീകരിക്കുക, തനിക്കല്ലാത്തത് മുഴുവൻ ആഗ്രഹിക്കാതെ ഇരിക്കുക.
നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഭഗവാനോട് ചോദിച്ചാൽ സ്വധർമ്മം അനുഷ്ഠിക്കാൻ പറയും. ആ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ലഭിക്കുമോ അതിൽ നമ്മൾ സന്തോഷിക്കണം. അതിൽ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കേണ്ടത്. അപ്പോൾ മറ്റുള്ളത്, തനിക്ക് വിധിക്കാത്തത് താൻ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് കാണിക്കാനാണ് മറ്റുള്ളവരുടെ ഭാര്യ സമ്പത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുപോലെ ഒന്ന് എനിക്കും വേണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല എന്ന അർത്ഥവും ഇവിടെ വരുന്നു. അതായത് ആ രീതിയിലൊന്നും ഞാൻ ചിന്തിക്കാൻ പാടില്ല. എനിക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അതിൽ ഞാൻ സന്തോഷിക്കണം. ആ വിചാരമുള്ള, ആ ഭാവത്തിൽ ജീവിക്കുന്ന മനീഷികളാൽ സേവിക്കപ്പെടുന്നവനാണ് അങ്ങ്. അതുകൊണ്ട് പരധാരാർത്ഥ പരിവർജിത മനീഷിനാം സേവ്യം. ഇനി മറ്റൊരു കൂട്ടരെ കുറിച്ച് പറയുന്നു. പരപുരുഷ ഗുണഭൂതി സന്തുഷ്ടാത്മനാം സേവ്യം. പരമമായ പുരുഷൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരത്തിൽ വസിക്കുന്നവൻ, ആത്മാവ്. പരപുരുഷൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവ്. ആ പരമാത്മാവായിരിക്കുന്ന ഗുണഭൂതി, അദ്ദേഹത്തിന്റെ ഗുണങ്ങളുടെ സമ്പത്ത്. ഭൂതി എന്നാൽ വിഭൂതി. അപ്പൊ ഭഗവാന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒട്ടനവധിയാണ്. ഇപ്പൊ വിഭൂതി യോഗത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഞാൻ ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് അവസാനം പറയുന്നു, എൻ്റെ ഒരു അംശം കൊണ്ടാണ് ഈ ജഗത്ത് മുഴുവൻ നിലനിൽക്കുന്നത്. അപ്പൊ എൻ്റെ ഗുണം എത്രയാണ്, എൻ്റെ വിഭൂതി എത്രയാണെന്ന് നീ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ എന്നാണ് അർജുനനോട് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗുണഭൂതിയിൽ സന്തുഷ്ടാത്മനാം, അതിൽ സന്തോഷിക്കുന്നവർ, ഭഗവാന്റെ വിഭൂതിയെ ധ്യാനിച്ചുകൊണ്ട് രമിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരാൽ സേവ്യമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞവരുടെ വിശേഷണമായിട്ടും എടുക്കാം. അതായത് മറ്റുള്ളവർക്കുള്ളതൊന്നും ആഗ്രഹിക്കാത്ത മനീഷികൾ അങ്ങയുടെ ഗുണത്തെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അതിൽ സന്തോഷിക്കുന്നവരാണ്. അവരാൽ സേവ്യനായവനാണ് അങ്ങ്. പരലോകൈകഹിത നിരതാത്മനാം സേവ്യം. പരലോക ഏകഹിത നിരതാത്മനാം. പരലോകത്തിലുള്ള ഒരേ ഒരു ഹിതത്തിൽ മനസ്സിനെ ഉറപ്പിച്ചിരിക്കുന്നവരാൽ സേവിക്കപ്പെടുന്നവർ. ഇവിടെ പരലോകം എന്ന് പറയുന്നത് സംസാരത്തെ തരണം ചെയ്യുന്ന ഭാവമാണ്. അപ്പോൾ വൈകുണ്ഠം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ജനനം നമ്മൾ നേടിക്കഴിഞ്ഞു, ജീവിക്കുകയാണ്, മരണവും സംഭവിക്കും. മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കാതിരിക്കണം. അപ്പൊ മരിച്ചു കഴിഞ്ഞാലുള്ള ലോകം പരലോകം. അപ്പൊ അവിടെ നമ്മൾ വീണ്ടും ജനിക്കാനാണ് കാരണമാകുന്നതെങ്കിൽ സംസാരം തുടരും. എന്നാൽ നമുക്ക് സദ്ഗതി ഉണ്ടായാൽ, ഭഗവത് പ്രാപ്തി ഉണ്ടായാൽ നമുക്ക് പിന്നെ പരലോകം വൈകുണ്ഠമാണ്. ഒരു തടസ്സവുമില്ലാത്ത, ദുഃഖവുമില്ലാത്ത ലോകം. അതായത് മുക്തി നമുക്ക് ലഭിക്കും. അപ്പോൾ അതിനെ ആഗ്രഹിക്കുന്ന, അതുമാത്രം ലക്ഷ്യമാക്കിയിരിക്കുന്ന ആൾക്കാരെയാണ് ഇവിടെ പരലോകൈകഹിത നിരതാത്മനാം എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ വൈകുണ്ഠം മാത്രമാണ് ലക്ഷ്യം, എനിക്കൊരു മറ്റൊരു ലക്ഷ്യവും ഇല്ല എന്ന ബോധത്തോടെ ഇരിക്കുന്നവരാൽ സേവ്യനായിരിക്കുന്നവനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 3 നമുക്ക് ഒരുമിച്ചെടുക്കാം. അതായത് അവര് മറ്റുള്ളവർക്കുള്ളതൊന്നും ആഗ്രഹിക്കാത്ത മനീഷികളാണ്, ഭഗവാന്റെ വിഭൂതിയെ കുറിച്ച് തന്നെ സന്തോഷിക്കുന്നവരാണ്, അവർക്ക് ഭഗവത് അനുഭൂതി, അതായത് പരലോക പ്രാപ്തിയിൽ മാത്രമാണ് താല്പര്യം. അങ്ങനെ ഇരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ വ്യക്തികളാലും സേവിക്കപ്പെടുന്നവനാണ് അങ്ങ്. അതുകൊണ്ട് സേവ്യം പരമാനന്ദമയം. പരമാനന്ദ സ്വരൂപനാണ് അങ്ങ്. അങ്ങയുടെ സ്വരൂപം എന്താണെന്ന് ചോദിച്ചാൽ പരമാനന്ദമാണ്. നമ്മൾ അകത്തനുഭവിക്കുന്ന ആനന്ദത്തിന്റെ പാരമ്യം അങ്ങയുടെ രൂപം തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന അങ്ങയെ, രാമനെ പ്രണതോസ്മി, ഞാൻ പ്രണമിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. തുടർന്ന് സ്മിതസുന്ദര വികസിത വക്ത്രാംഭോരുഹം സ്മൃതിഗോചരമസിതാംബുദ കലേബരം സിതപങ്കജ ചാരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം. അഹം രാമം പ്രണതോസ്മി, ഞാൻ രാമനെ പ്രണമിക്കുന്നു. എങ്ങനെയുള്ള രാമൻ? സ്മിതസുന്ദര വികസിത വക്ത്രാംഭോരുഹം. സ്മിതം എന്നാൽ ചിരിക്കുന്ന. അപ്പോൾ ഭഗവാൻ ചിരിക്കുകയാണ്. അങ്ങനെ ചിരിക്കുന്ന സമയത്ത് സുന്ദര വികസിത വക്ത്രാംഭോരുഹ. ഭഗവാന്റെ വക്ത്രം, ഭഗവാന്റെ മുഖം അംബോരുഹത്തിന് സമാനമാണ്, താമരയ്ക്ക് പോലെയാണ്. എങ്ങനെയുള്ള താമരയാണ്? വികസിതം, വികസിച്ചിരിക്കുന്ന താമരയാണ്. എന്തുകൊണ്ടാണ് വികസിച്ചിരിക്കുന്ന താമരയെ പോലെ അത് തോന്നുന്നത്? അത് അങ്ങയുടെ ചിരിയുടെ സൗന്ദര്യം കൊണ്ടാണ്. അങ്ങ് ചിരിക്കുന്ന സമയത്ത് താമര വിരിഞ്ഞിരിക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് തോന്നും. അത്രയും സുന്ദരമായ മുഖത്തോടു കൂടിയവനാണ് അങ്ങ്. അതുകൊണ്ട് സ്മിതസുന്ദര വികസിത വക്ത്രാംബോരുഹം സ്മൃതിഗോചരമസിതാംബുദ കലേബരം. ആ രൂപത്തെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുകയാണെങ്കിൽ, ആ ധ്യാനിക്കുന്ന സമയത്ത് സ്മൃതി ഗോചരം, സ്മൃതി എന്നാൽ സ്മരണ, സ്മരണയിൽ ഗോചരം, കാണപ്പെടുന്നത്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നതാണ് ഗോചരം. അപ്പൊ മനസ്സിൽ സ്മൃതിയിൽ കാണാൻ പറ്റുന്ന അസിതാംബുദ, അംബുദം എന്നാൽ മേഘം, അസിതം എന്നാൽ വെളുത്തല്ലാത്തത്, അതായത് കറുത്തത്. അപ്പൊ കറുത്ത മേഘത്തിന്റെ കലേബരം, ശരീരത്തോടു കൂടിയവനാണ്.
അങ്ങ് ചിരിക്കുന്ന സമയത്ത് വളരെ സുന്ദരനാണ്, താമര വിരിഞ്ഞു നിൽക്കുന്ന ഭാവത്തിലുള്ള മുഖമാണ് അങ്ങയ്ക്കുള്ളത്. അതിനെ ആൾക്കാർ എപ്പോഴും ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് അവരുടെ സ്മൃതിയിൽ, അവരുടെ ഓർമ്മയിൽ അങ്ങ് തെളിയുന്നു. നല്ല കറുത്ത മേഘത്തിന്റെ നിറത്തിൽ അങ്ങ് തെളിയുന്നു. അപ്പൊ അങ്ങനെയാണ് അവരുടെ മുമ്പിൽ അങ്ങ് ആവിർഭവിക്കുന്നത്, മനസ്സിൽ സ്മൃതിയിൽ ആവിർഭവിക്കുന്നത്. സിത പങ്കജ ചാരു നയനം. സിതം എന്നാൽ വെളുത്തത്, പങ്കജം എന്നാൽ താമര. അപ്പൊ വെളുത്ത താമരയുടെ ഇതളിന് സമാനമായ ചാരു മനോഹരമായ നയനത്തോടു കൂടിയവൻ, കണ്ണുകളോട് കൂടിയവൻ. ഭഗവാന്റെ കണ്ണുകൾ നല്ല നീണ്ട കണ്ണുകളാണ്, അത് വെളുത്തിട്ടുള്ളതാണ്, താമരയുടെ ഇതളുപോലെ നീണ്ടിരിക്കുന്നതാണ്. രഘുവരം. രഘുകുലത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് ശ്രീരാമൻ തന്നെയാണ്. ആ കുലത്തിന്റെ കീർത്തിയെ ഉയർത്തിയവനാണ്, മറ്റുള്ളവർക്ക് മുഴുവൻ മാതൃകയായി ഭവിച്ചവനാണ്. അതുകൊണ്ട് രഘുകുല വരം, രഘുവരം. ക്ഷിതി നന്ദിനി വരം. ക്ഷിതി എന്നാൽ ഭൂമി, നന്ദിനി എന്നാൽ മകൾ, ഭൂമിയുടെ മകൾ, അതായത് സാക്ഷാത് സീതാദേവി. ആ സീതാദേവിയുടെ വരം, ഭർത്താവായിരിക്കുന്നവൻ. ആ സീതാദേവി വരിച്ചത് അങ്ങയെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നവൻ, സീതാദേവിയുടെ പതിയായിരിക്കുന്ന അങ്ങയെ പ്രണതോസ്മ്യഹം രാമം. മനുഷ്യന് ആവശ്യമുള്ള ഐശ്വര്യം മുഴുവൻ ഭൂമിയിൽ നിന്നാണ് വരുന്നത്. സീത സാക്ഷാത് മഹാലക്ഷ്മി തന്നെയാണ്. അപ്പൊ മനുഷ്യകുലത്തിൽ ഐശ്വര്യം ആവിർഭവിച്ചത് കൊണ്ട് ഭൂമിയിൽ നിന്നാണ്. അതായത് ഭൂമി മറിക്കുന്ന സമയത്ത് ആ ചാലിൽ നിന്നാണ് കിട്ടിയത് സീതയെ. അതുകൊണ്ടാണ് സീതാദേവി എന്ന പേര് കിട്ടിയത്. അപ്പോൾ ഭൂമിയിലുള്ള ഐശ്വര്യമായി ആവിർഭവിച്ചവളാണ് അമ്മ. അതായത് ഭഗവാന്റെ ഐശ്വര്യം തന്നെയാണ്, സാക്ഷാത് ലക്ഷ്മി തന്നെയാണ്. ആ ലക്ഷ്മിയുടെ പതി അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് ക്ഷിതി നന്ദിനി വരം പ്രണതോസ്മ്യഹം രാമം. ആ രാമനെ ഞാൻ പ്രണമിക്കുന്നു. തുടർന്ന് ജലപാത്രൗഘസ്ഥിതരവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനം അദ്വയം അവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം. ഞാൻ രാമനെ പ്രണമിക്കുന്നു. എങ്ങനെയുള്ള രാമനാണ്? ജലപാത്രൗഘസ്ഥിത. ജലപാത്രം, ഔഘം എന്നാൽ കൂട്ടം. അപ്പോൾ ജലപാത്രത്തിന്റെ കൂട്ടം, അതാണ് ജലപാത്രൗഘ സ്ഥിത. അപ്പൊ ജലപാത്രത്തിന്റെ കൂട്ടങ്ങൾ, ഒരുപാട് പാത്രങ്ങളെ സങ്കല്പിക്കുക, അതിലൊക്കെ ജലം നിറച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ജലപാത്രൗഘ സ്ഥിത, അതിൽ സ്ഥിതി ചെയ്യുന്ന രവിമണ്ഡലം പോലെ, സൂര്യന്റെ പ്രതിബിംബം പോലെ. ആകാശത്ത് സൂര്യൻ ജ്വലിക്കുന്നുണ്ട്, ആ സമയത്ത് ഭൂമിയിൽ നമ്മൾ ഒരുപാട് ജലപാത്രങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്നു. ആ ജലപാത്രങ്ങളിൽ മുഴുവൻ നമുക്ക് സൂര്യനെ കാണാം, കാരണം ഓരോന്നിലും അത് പ്രതിബിംബിക്കുന്നുണ്ട്. അതുപോലെ സകല ചരാചര ജന്തുക്കൾ ഉള്ളിൽ വാഴും. ഏതുപോലെയാണോ ഒരേ സൂര്യൻ എല്ലാ ജലപാത്രങ്ങളുടെയും ഉള്ളിൽ കാണപ്പെടുന്നത്, അതുപോലെ എല്ലാ ചരാചരങ്ങളുടെയും, ചരിക്കുന്നതും ചരിക്കാത്തതുമായിട്ടുള്ള എല്ലാത്തിൻ്റെയും, സകല ചരാചര ജന്തുക്കൾ ഉള്ളിൽ. ജന്തു എന്നാൽ ജനിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ജനിച്ചിട്ടുള്ള ചരിക്കുന്നതും ചരിക്കാത്തതുമായതിൻ്റെ എല്ലാം ഉള്ളിൽ വാഴുന്നവനാണ് അങ്ങ്. അങ്ങ് അവിടെ അകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ അങ്ങ് ഒന്നിൻ്റെയും ഉള്ളിലുള്ളവനല്ല. കാരണം സൂര്യൻ ജലപാത്രത്തിന്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സൂര്യൻ എപ്പോഴും ഒരേ സ്ഥാനത്ത് ഒരുപോലെ ശോഭിക്കുന്നു, എന്നാൽ ജലപാത്രത്തിൽ ഉള്ളതായി കാണുന്നു. അതുപോലെ ഓരോ ദേഹത്തിന്റെ ഉള്ളിലും പരിമിതമായ ആത്മഭാവത്തിൽ കാണപ്പെടുന്നു. അങ്ങനെ വാഴുന്നവനാണ് രാമൻ. അപ്പോ ജലപാത്രൗഘസ്ഥിത രവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കൾ ഉള്ളിൽ വാഴും പരിപൂർണാത്മാനം അദ്വയം അവ്യയമേകം. അങ്ങനെ വാഴുന്നവനാണ് പരിപൂർണാത്മാനം. പരിപൂർണാത്മാവാണ്. ആത്മാവ് അതിൻ്റെ പരിപൂർണതയിൽ ഇരിക്കുന്നവൻ. നമ്മൾ നമ്മുടെ ഉള്ളിൽ ഭഗവാനെ അറിയുന്ന സമയത്ത് നമുക്കൊരു സംശയം ഉണ്ടാവാം. ദേഹത്തിൻ്റെയും ബുദ്ധിയുടെയും മനസ്സിൻ്റെയും ഒക്കെ പരിധിയിൽ നിൽക്കുന്ന ഒരു പരിമിതനായ ജീവാത്മാവാണെന്ന്. പക്ഷെ ഇത് വെറും പ്രതിബിംബമാണ്. മൂർത്തിയോ യഥാർത്ഥ ബിംബമോ ഭഗവാൻ സൂര്യനെ പോലെ ശോഭിക്കുകയാണ്. അത് ഇതിന് മുഴുവൻ ആധാരമാണ്. അതുകൊണ്ട് ഇതിലെല്ലാം വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവാണ്. അത് പൂർണ്ണനാണ്. ഇവിടെ നമുക്ക് പലതുണ്ട് എന്ന ഭേദമുണ്ട്. ആ ഭേദം അവിടെയില്ല. അവിടെ പലതില്ല, അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഏകമായ അവസ്ഥയെ സൂചിപ്പിക്കാനാണ് ഇവിടെ പരിപൂർണാത്മാനം എന്ന് വിളിച്ചിട്ടുള്ളത്. പരിപൂർണമായ ആത്മഭാവത്തിൽ ഇരിക്കുന്നവനാണ് പരിപൂർണാത്മാനം. അദ്വയം, ദ്വയം എന്നാൽ രണ്ട്, അദ്വയം എന്ന് പറഞ്ഞാൽ രണ്ടില്ലാത്തത്. തനിക്ക് സദൃശമായി മറ്റൊന്നുമില്ലാത്ത ഭാവത്തിൽ ഇരിക്കുന്നവൻ. രാമനോട് ഉപമിക്കാൻ രാമൻ മാത്രമേ ഉള്ളൂ. കാരണം രാമൻ മാത്രമേ ഇവിടെയുള്ളൂ. ഏക വസ്തുവാണ്. അതുകൊണ്ട് അദ്വയം, അവ്യയം, വ്യയമില്ലാത്തത്, നാശരഹിതമായത്, ഏകം, ഒന്നായിരിക്കുന്നത്. അദ്വയം എന്ന് പറഞ്ഞതിൻ്റെ അതേ അർത്ഥമാണ് ഏകം എന്ന പദത്തിന്. നമ്മൾ
ധ്യാനിക്കുന്ന സമയത്ത് അദ്വയമാണ്. കാരണം നമ്മൾ ദ്വയത്തിലാണ് നിൽക്കുന്നത്, രണ്ടിലാണ് നിൽക്കുന്നത്. ഞാൻ ധ്യാനിക്കുന്ന പ്രഭു, ഈ രണ്ട് ഭാവമുണ്ട്. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ അദ്വയമാണ്, ഈ രണ്ടില്ലാത്ത ഭാവമാണ്. എന്നാൽ അത് അനുഭവിച്ചു കഴിഞ്ഞാലോ അത് ഏകമാണ്. അതുകൊണ്ട് അദ്വയമെന്നും ഏകമെന്നും പറഞ്ഞിരിക്കുന്നു. പരമം, പരാപരം, ഏറ്റവും ഉപരിയുള്ളതാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെയും അപ്പുറമുള്ളവനാണ്. അതുകൊണ്ട് പരമമാണ്, പരാപരമാണ്. പ്രണതോസ്മ്യഹം രാമം, ആ രാമചന്ദ്ര മഹാപ്രഭുവിനെ ഞാൻ പ്രണമിക്കുന്നു. തുടർന്ന് പറയുകയാണ്, വിധിമാധവ ശംഭു രൂപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനിജന സ്തുതമവ്യക്തമജം ക്ഷിതിജാ മനോഹരം പ്രണതോസ്മ്യഹം രാമം, ഞാൻ രാമനെ പ്രണമിക്കുന്നു. എങ്ങനെയുള്ള രാമനെ? വിധി മാധവ ശംഭു രൂപഭേദേന. വിധി എന്നാൽ ബ്രഹ്മാവ്, മാധവൻ എന്നാൽ മഹാവിഷ്ണു, ശംഭു എന്നാൽ ശിവൻ. ഈ മൂന്ന് രൂപഭേദേന, രൂപഭേദങ്ങളാൽ ഗുണത്രിതയ വിരാജിതം. ഈ മൂന്ന് രൂപഭേദങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? മൂന്ന് ഗുണങ്ങളിലൂടെ ഒരേ വസ്തു ശോഭിക്കുന്നത് കൊണ്ടാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് രജോ ഗുണമാണ്, നിലനിർത്തുന്നത് സത്വഗുണമാണ്, ലയിപ്പിക്കുന്നത് തമോ ഗുണമാണ്. ഈ മൂന്ന് ഗുണങ്ങളും ഭഗവാനിൽ നിന്നും വരുന്നു. ഈ മൂന്ന് ഗുണങ്ങളെയും ഭഗവാൻ ആശ്രയിക്കുമ്പോൾ, അതായത് ഈ മൂന്ന് ഗുണങ്ങളിലൂടെയും ആ ഒരേ വസ്തു ശോഭിക്കുമ്പോൾ മൂന്ന് രൂപമായി കാണപ്പെടുന്നു. സൃഷ്ടിക്കുന്നവനായ രജോ ഗുണയായിട്ടുള്ള ബ്രഹ്മാവ്, സ്ഥിതികാരകനായ സത്വഗുണിയായിട്ടുള്ള മഹാവിഷ്ണു, അതുപോലെ സംഹാരകനായ തമോ ഗുണിയായിട്ടുള്ള മഹാദേവൻ. ഇങ്ങനെ മൂന്ന് ഭാവത്തിൽ ശോഭിക്കുന്നു. അതുകൊണ്ട് ത്രിതയ വിരാജിതം, ഗുണത്രിതയ വിരാജിതം, ആ മൂന്ന് ഗുണങ്ങളിലൂടെ വിരാജിക്കുന്ന കേവലം അങ്ങ് ഒരേ ഒരു വസ്തുവാണ്. അങ്ങ് മൂന്നായി കാണപ്പെടുന്നു, മൂന്ന് ഭാവത്തിൽ അങ്ങ് കാണപ്പെടുന്നു. എന്നാൽ വാസ്തവത്തിൽ അങ്ങ് ഒരുവൻ മാത്രമേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് കേവലനാണ്, വിരാജന്തം, അങ്ങനെ ശോഭിക്കുന്നവനാണ്. അപ്പൊ ഇവിടെ വിരാജന്തം എന്ന് പറയുമ്പോൾ ഇവിടെ വിരാട് സ്വരൂപൻ എന്നും പറയാം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ ഒരു ഒറ്റ ദേഹമായിട്ട് സങ്കല്പിച്ചാൽ അതാണ് വിരാട് സ്വരൂപം. അങ്ങനെ ഇരിക്കുന്നവനുമാണ്. അപ്പൊ ഇവിടെ സൃഷ്ടിക്കുന്നവൻ, നിലനിർത്തുന്നവൻ, സംഹരിക്കുന്നവൻ എന്ന് മൂന്ന് ഭാവത്തെ സ്വീകരിക്കുകയും അങ്ങനെ സൃഷ്ടിയായി പൂർണ്ണമായി ശോഭിക്കുകയും, അതുകൊണ്ട് വിരാജന്തം, അങ്ങനെയുള്ള കേവല വസ്തുവാണ് അങ്ങ്. അതുകൊണ്ട് വിധിമാധവ ശംഭുരൂപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശ മുനിജനസ്തുതം അവ്യക്തം അജം. ത്രിദശ മുനിജനസ്തുതം, ത്രിദശന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാര്, മുനികൾ, അതുപോലെ ജനങ്ങൾ. മുനിജനം എന്ന ഒറ്റ പദമായിട്ട് എടുക്കാം, മുനികൾ, ജനങ്ങൾ. അപ്പൊ മുനികൾ എന്ന് പറഞ്ഞാൽ മുനികളായിട്ടുള്ള മനനശീലമുള്ളവരും അതല്ലാത്ത സാധാരണ ജനങ്ങളാലും സ്തുതിക്കപ്പെടുന്നവനാണ് അങ്ങ്. അപ്പൊ ദേവന്മാർ അങ്ങയെ സ്തുതിക്കുന്നുണ്ട്, മുനികൾ അങ്ങയെ സ്തുതിക്കുന്നുണ്ട്, സാധാരണ ജനങ്ങളും അങ്ങയെ സ്തുതിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദേവന്മാരും മുനിജനങ്ങളും സ്തുതിക്കുന്നുണ്ട്. ത്രിദശ മുനിജനസ്തുതം അവ്യക്തം, അങ്ങ് അവ്യക്തനാണ്. ഇവരെല്ലാം സ്തുതിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും വാസ്തവത്തിൽ വാക്കിന് വിധേയനല്ല അങ്ങ്. എല്ലാത്തിൻ്റെയും സൂക്ഷ്മമായ ഭാവം അങ്ങയുടെ ഭാവമാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതമല്ല. അപ്പൊ അവ്യക്ത രൂപനാണ്. അജം, ജനിക്കാത്തവനാണ് അങ്ങ്. ഒരു കാലത്തും അങ്ങ് ജനിച്ചിട്ടില്ല. ജനിച്ചാലല്ലേ നിലനിൽപ്പും ഇല്ലായ്മയും ഒക്കെയുള്ളൂ. അങ്ങയ്ക്ക് ജനനവുമില്ല, മരണവുമില്ല. അതുകൊണ്ട് അജനാണ്. ക്ഷിതിജ മനോഹരം, ക്ഷിതിജ ഭൂമിയുടെ മകൾ, ക്ഷിതി എന്നാൽ ഭൂമി, അപ്പൊ ഭൂമിയുടെ മകൾ ക്ഷിതിജ മനോഹരം, ആ മകളിന്റെ മനസ്സിനെ ഹരിച്ചവനാണ് അങ്ങ്. അതായത് സീതാദേവിയുടെ മനസ്സിനെ ഹരിച്ചവൻ. സീതാദേവി എപ്പോഴും മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നത് അങ്ങയുടെ രൂപത്തെയാണ്. അത്രയും സുന്ദരമൂർത്തിയാണ് അങ്ങ്. അപ്പൊ ക്ഷിതിജ മനോഹരം പ്രണതോസ്മ്യഹം രാമം, അങ്ങനെയുള്ള രാമനെ ഞാൻ പ്രണമിക്കുന്നു. തുടർന്ന് മന്മഥ ശതകോടി സുന്ദര കളേവരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരം അപ്യനാധാരം നിർമ്മമാത്മാ രാമം പ്രണതോസ്മ്യഹം രാമം, ഞാൻ രാമനെ പ്രണമിക്കുന്നു. എങ്ങനെയുള്ള രാമനാണ്? മന്മഥ ശതകോടി സുന്ദര കളേബരം, ഭഗവാന്റെ കലേബരം, ശരീരം സുന്ദരമാണ്. എങ്ങനത്തെ സുന്ദരമാണെന്ന് ചോദിച്ചാൽ മന്മഥ ശതകോടി, ശതം എന്നാൽ 100, അപ്പോൾ കോടിയുടെ 100 ഇരട്ടി, അത്രയും സൗന്ദര്യമുള്ളവനാണ്. ആരുടെ സൗന്ദര്യത്തിന്റെ? മന്മഥന്റെ മനസ്സിനെ മഥിക്കുന്നവനാണ് മന്മഥൻ, അതായത് കാമദേവൻ. കാമദേവന്റെ സൗന്ദര്യം എല്ലാവരെയും മോഹിപ്പിക്കുന്നതാണെന്ന് പറയപ്പെടുന്നു. ആ
അങ്ങനത്തെ 100 കോടി കാമദേവന്മാരുടെ സൗന്ദര്യത്തെ എടുത്താൽ അങ്ങനത്തെ സൗന്ദര്യത്തോടു കൂടിയവനാണ് ഭഗവാന്റെ ദേഹം. അതുകൊണ്ട് മന്മഥ ശതകോടി സുന്ദര കളേബരം. അതുകൊണ്ടാണല്ലോ ലക്ഷ്മി ദേവിയുടെ മനസ്സ് പോലും ഹരിച്ചത്. ഇപ്പൊ നേരത്തെ ക്ഷിതിജാ മനോഹരം എന്ന് പറഞ്ഞു, അത് ഇതുകൊണ്ടാണ്. കാരണം മന്മഥന്റെ സൗന്ദര്യം പോലും ഭഗവാന്റെ മുമ്പിൽ ഒന്നുമല്ല. അങ്ങനത്തെ സുന്ദര ശരീരത്തോടു കൂടിയവനാണ് ഭഗവാൻ. ജന്മനാശാദിഹീനം. അജം എന്ന് നേരത്തെ പറഞ്ഞു, അതേ അർത്ഥം. ജന്മവും നാശവും ഇല്ലാത്തവൻ. ജന്മനാശാദിഹീനം. ജന്മം, നാശം, ആദി. ആദി എന്നാൽ തുടങ്ങുക, തുടങ്ങിയത്. അതൊന്നും ഇല്ലാത്തവനാണ് ഭഗവാൻ. ജനിക്കുന്നുമില്ല, നിലനിൽക്കുന്നുമില്ല, ഇല്ലാതെയാകുന്നുമില്ല. പരിവർത്തനം ഭഗവാനിൽ സംഭവിക്കുന്നില്ല. ചിന്മയം. ചിത് സ്വരൂപനാണ്. ചിത്ത് എന്നാൽ ബോധം, ജ്ഞാനം എന്നൊക്കെയാണ് അർത്ഥം. ബോധസ്വരൂപിയാണ്. എല്ലാം അറിയുന്ന അറിവിന്റെ ഉറവിടം തേടി നമ്മൾ ചെന്നാൽ എവിടെ ചെന്നെത്തുമോ അത് ചിന്മയ സ്വരൂപമാണ്. അങ്ങനെ ഇരിക്കുന്നവൻ ഭഗവാൻ. ജഗന്മയൻ. അകത്ത് ബോധമായിരിക്കുന്നവൻ തന്നെയാണ് ഈ പ്രപഞ്ചമായി മുഴുവൻ ശോഭിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ സാരൻ ഈശ്വരനാണ്. പ്രപഞ്ചത്തിന്റെ സാരം എന്തെന്ന് എവിടെ പോയി പരിശോധിച്ചാലും നമുക്ക് അവിടെ ഈശ്വരന്റെ സാന്നിധ്യം അറിയാം. അതുകൊണ്ട് ഭഗവാൻ ജഗന്മയനുമാണ്. ഇപ്പൊ ചിന്മയനുമാണ്, ജഗന്മയനുമാണ്. ജഗത്ത് എന്നാൽ ചലിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഈ പ്രപഞ്ചമാണ്. അതിന്റെ സ്വരൂപത്തിൽ ഇരിക്കുന്നതും ഭഗവാനാണ്. കാരണം കേവലമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞു, അദ്ദേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ ചിന്മയനുമാണ്, ജഗന്മയനുമാണ്. നിർമ്മലം. ഒരൽപ്പം പോലും മലമില്ലാത്തവൻ. മലം എന്നാൽ അശുദ്ധി. അപ്പോൾ അശുദ്ധി ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധനാണ്, കലർപ്പില്ലാത്തവനാണ്. ഇപ്പൊ ജലത്തിൽ മറ്റൊരു വസ്തു ചേർന്നാൽ ആ ജലം അശുദ്ധമായി, അത് മലിനമായി എന്ന് പറയും. എന്നാൽ ഭഗവാനിൽ നിന്ന് അന്യമായ ഒരു വസ്തു ഇല്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അന്യവസ്തു ഇല്ലെങ്കിൽ കലർപ്പ് സംഭവിക്കുകയില്ല. അതുകൊണ്ട് എപ്പോഴും നിർമ്മലമാണ് ഭഗവാൻ. ധർമ്മകർമാധാരം. ധർമ്മകർമ്മങ്ങളുടെ ആധാരമായിരിക്കുന്നവൻ. നമ്മളെ ധരിക്കുന്നതെന്തോ അത് ധർമ്മം. ആ ധർമ്മം പ്രേരിപ്പിച്ച് നമ്മൾ രചിക്കുന്നതെന്തോ അത് കർമ്മം. അത് രണ്ടിനും ആധാരമായിരിക്കുന്ന ചിന്മയ സ്വരൂപനാണ് ഭഗവാൻ. അപ്പൊ ധർമ്മകർമാധാരം അപി എന്നിരുന്നാലും അനാധാരം. തനിക്ക് ആധാരമായിട്ടൊന്നുമില്ല. ഈ ലോകത്തിന് മുഴുവൻ ആധാരം ഭഗവാനാണ്. ഇവിടെ നടക്കുന്ന ധർമ്മത്തിനും കർമ്മത്തിനും ആധാരം ഭഗവാനാണ്. എന്നാൽ ആ ഭഗവാന് മറ്റൊരാധാരമില്ല. ഭഗവാൻ സ്വതന്ത്രനാണ്, തന്നിൽ തന്നെ രമിക്കുന്നവനാണ്. അതുകൊണ്ട് അനാധാരം. നിർമ്മമാത്മാ രാമം. ഭഗവാൻ നിർമ്മമനാണ്. നിർമ്മമൻ, മമത്വം എന്ന് പറഞ്ഞാൽ എന്റേത് എന്ന ഭാവമാണ്. ആ എന്റേത് എന്ന ഭാവം ഭഗവാനില്ല. കാരണം ഭഗവാനിൽ നിന്ന് അന്യമായി ഒന്നിനെ പോലും ഭഗവാൻ കാണുന്നില്ല. നമ്മൾ ജഗത്തിനെ കാണുന്നു, അതിൽ പലതും എന്റേതാണെന്നും പലതും എന്റേതല്ല എന്നും ഒക്കെ ധരിക്കുന്നു. ഭഗവാൻ ആ ഭേദമില്ല. അതുകൊണ്ട് നിർമ്മമനാണ് ഭഗവാൻ. നിർമ്മമം ആത്മാ രാമം. ഭഗവാൻ ആത്മാ രാമനാണ്. തന്നിൽ തന്നെ രമിക്കുന്നവനാണ്, തൻ്റെ സ്വരൂപത്തിൽ രമിക്കുന്നവൻ. ഭഗവാന് മറ്റൊരു ബോധവുമില്ല, തന്നെ കുറിച്ച് മാത്രമേ ബോധമുള്ളൂ. അതുകൊണ്ട് ആത്മാരാമനാണ്. അപ്പൊ ഭഗവാൻ നിർമ്മമനാണ്, ആത്മാരാമനാണ്, അങ്ങനെ ഇരിക്കുന്നവനാണ്. തന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല, താൻ മാത്രമേ ഉള്ളൂ. ആ തന്നിൽ തന്നെ രമിക്കുന്നവനാണ്. പ്രണതോസ്മ്യഹം രാമം. ആ രാമചന്ദ്ര മഹാപ്രഭുവിനെ ഞാൻ പ്രണമിക്കുന്നു. ഇങ്ങനെ ജടായു ഭഗവാനെ സ്തുതിച്ചു. ദിവ്യരൂപം ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പാർഷദന്മാർ, വിഷ്ണു പാർഷദന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന ഭാവത്തിൽ ഭഗവാൻ ഈ സ്തുതിയെ സമർപ്പിച്ചു. ഇവിടെ സ്തുതി ഉപസംഹരിക്കുകയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഫലം ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. സാക്ഷാൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു അത് കേട്ട് അതിൻ്റെ ഫലശ്രുതി പറയുകയാണ്. ആ ഭാഗം കൂടി ഒന്ന് വായിക്കാം. ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോട് അരുളി ചെയ്തു മധുരമായി. ഈ സ്തുതി ഇത്രയും നേരം പറഞ്ഞത് മുഴുവൻ കേട്ട് രാമചന്ദ്രൻ പ്രസന്നനായി. അപ്പൊ ഭഗവാൻ ഇത് കേട്ടപ്പോൾ സന്തോഷിച്ചു. അപ്പൊ ഇത് ചൊല്ലിയാൽ ഭഗവാൻ സന്തോഷിക്കുമെന്ന് അനുമാനിക്കാം. എന്നിട്ട് പത്രീന്ദ്രൻ, പത്രി എന്നാൽ പക്ഷി, പക്ഷിയുടെ രാജാവായിരിക്കുന്ന ജടായുവിനോട് തന്നോട് അരുളി ചെയ്തു മധുരമായി. മധുരമായിട്ട് രാമചന്ദ്ര പ്രഭു പറഞ്ഞു. ഈ സ്തോത്രം മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. അസ്തു തേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണു പരം. തേ ഭദ്രം അസ്തു, നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഗച്ഛ, പോവുക. എങ്ങോട്ട്? മേ പദം, എൻ്റെ പദത്തിലേക്ക് പോകുക. എങ്ങനെയുള്ള പദമാണ്? വിഷ്ണു പരം, വിഷ്ണുവിൻ്റെ പരമമായ പദമാണ്.
ഞാൻ ഇവിടെ രാമൻ എന്ന ഭാവത്തിൽ ശോഭിക്കുന്നു. എന്നെ മനുഷ്യനായി പലരും തെറ്റിദ്ധരിക്കുന്നു. പക്ഷെ നീ എൻ്റെ രഹസ്യം മനസ്സിലാക്കി ഞാൻ സാക്ഷാത് വിഷ്ണുവാണെന്ന് നീ ധരിച്ചു. അതുകൊണ്ട് നിനക്ക് എൻ്റെ പദം, വിഷ്ണുവായ എൻ്റെ പദം ഞാൻ നൽകുന്നു, നീ അങ്ങോട്ട് പോവുക. അപ്പൊ ഈ പാർഷദന്മാരൊക്കെ വന്നിട്ടുള്ളത് എൻ്റെ ഇച്ഛ കൊണ്ടാണ്, എൻ്റെ കൽപ്പന കൊണ്ടാണ്. അതുകൊണ്ട് അസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണു പദം. അപ്പൊ ഇത് ജപിച്ചാൽ നമുക്കും ഭദ്രമുണ്ടാവും, മംഗളമുണ്ടാവും, ക്രമേണ വിഷ്ണുപദം ലഭിക്കുമെന്നും അനുമാനിക്കാം. രാമചന്ദ്രൻ തുടരുകയാണ്. ഈ സ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ, ഈ സ്തോത്രത്തെ എഴുതിയിട്ടോ പഠിച്ചിട്ടോ കേട്ടിട്ടോ, ഇത് മൂന്നിൽ ഏതെങ്കിലും നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ മൂന്നും ചെയ്യാം. ഈ സ്തോത്രത്തെ എഴുതിയെടുക്കാം, അങ്ങനെ എഴുതുന്ന ഒരു സാധനയാണ്. അല്ലെങ്കിൽ എഴുതിയത് പഠിക്കാം, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പഠിക്കുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കാം. ഇങ്ങനെ ചെയ്താൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം. അങ്ങനെ ചെയ്യുന്ന ഭക്തനായുള്ളവൻ, അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ ഭക്തിയുള്ളവനായിരിക്കും. ഭക്തിയുള്ളവൻ മാത്രമേ ഇത് ചെയ്യൂ. അപ്പൊ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഭക്തിയാണ്. ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ചെയ്യൂ. അപ്പൊ ഈ സ്തോത്രത്തെ ഭക്തിയുള്ള ആള് എഴുതുകയോ പഠിക്കുകയോ കേട്ടുകയോ ചെയ്യാൽ മത്സാരൂപ്യം വന്നിടും, അവന് എൻ്റെ സാരൂപ്യം ലഭിക്കും. ഭഗവാന്റെ തന്നെ രൂപം ലഭിക്കുക എന്ന അവസ്ഥയാണ് സാരൂപ്യം. അത് പ്രതീകാത്മകമായി നമുക്ക് ഭഗവത് പ്രാപ്തി കിട്ടി എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ എൻ്റെ പദം കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാനായി ഭവിക്കും. ഞാനായി ഭവിക്കുമെന്ന് പറഞ്ഞാൽ ഏകമായ അദ്വിതീയമായ ഭാവം നിനക്ക് സിദ്ധിക്കും, നീ മുക്തനായി ഭവിക്കും. അപ്പൊ ഭക്തനായുള്ളവന് വന്നിടും മത്സാരൂപ്യം. അപ്പൊ ഇത് ഭക്തിയുള്ള ഒരാള് പഠിക്കുകയോ എഴുതുകയോ കേൾക്കുകയോ ചെയ്താൽ അവൻ എൻ്റെ സാരൂപ്യം ലഭിക്കും. പക്ഷീന്ദ്ര, നിന്നെ പോലെ മൽപരായണനായാൽ, നീ എന്നിൽ മാത്രം ആശ്രയമുള്ളവനാണ്, നിന്റെ മനസ്സ് പൂർണ്ണമായി എന്നിൽ ശരണാഗതമാണ്. അതുകൊണ്ടാണ് മത്പരായണൻ എന്ന് വിളിച്ചിരിക്കുന്നത്. അതുപോലെ ആവും ഇത് ജപിച്ചാൽ, അഥവാ അതുപോലെയുള്ളവരായിരിക്കണം ഇത് ജപിക്കാൻ. രണ്ട് രീതിയിലും എടുക്കാം. പക്ഷീന്ദ്ര എന്ന് വിളിക്കുകയാണ്, ജടായുവിനെ വിളിക്കുകയാണ്. അല്ലയോ ജടായോ, നിന്നെ പോലെ അവരും ഇത് ജപിച്ചു കഴിഞ്ഞാൽ എന്നെ ആശ്രയിക്കുന്നവരായിട്ട് ഭവിക്കും. അഥവാ നിന്നെ പോലെ എന്നെ ആശ്രയിക്കുന്നവരായിട്ടുള്ള ഭക്തന്മാര് എന്നെ ഈ സ്തോത്രത്തെ എഴുതിയും പഠിച്ചും കേട്ടും ജീവിച്ചാൽ അവർക്ക് എൻ്റെ സാരൂപ്യം ലഭിക്കും. തുടർന്ന് പറയുന്നു, ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി. ഇങ്ങനെ രാമന്റെ മുഴുവൻ വാക്യം കേട്ടു. രാമനെ ആദ്യം സ്തുതിച്ചു, എന്നിട്ട് രാമൻ പറഞ്ഞത് മുഴുവൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് ആ പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു. അതുവരെ ദിവ്യരൂപമായിരുന്നു, ഇപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന്റെ രൂപം തന്നെയായി. പാർഷദന്മാർക്ക് നാരായണന്റെ രൂപം തന്നെയായിരുന്നു, 4 കൈകളോടുകൂടി ശംഖചക്ര ഗദാപത്മങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്ന ഭാവത്തിലായിരുന്നു. അതേ ഭാവം അദ്ദേഹത്തിനും കിട്ടി. അതുകൊണ്ട് സാരൂപ്യം പ്രാപിച്ചു. അപ്പൊ ഇതിന്റെ ഫലം വിഷ്ണു സാരൂപ്യമാണെന്ന് ഇവിടെ തെളിയിച്ചു. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. ആ ജടായു അങ്ങയുടെ സാരൂപ്യം നേടിക്കഴിഞ്ഞിട്ട് ബ്രഹ്മപൂജിതമായ പദവും, ബ്രഹ്മാവ് പോലും പൂജിക്കുന്ന പദം, ഏത് പദമാണത്? വൈകുണ്ഠമാണ്. ബ്രഹ്മാവ് പോലും ഇടയ്ക്കിടയ്ക്ക് ചെന്ന് പൂജിക്കുന്നത് ആ സ്ഥാനത്തെയാണ്. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അഭയം തേടുന്നതും ആ സ്ഥാനത്താണ്. ആ വൈകുണ്ഠത്തെ പ്രാപിച്ചു തേ. അങ്ങയുടെ ആ വൈകുണ്ഠത്തെ, തേ പദത്തെ പ്രാപിച്ചു. അപ്പൊ ജടായുവിന് അങ്ങയുടെ അനുഗ്രഹമുണ്ടായി, അതുകൊണ്ട് സാരൂപ്യം ലഭിച്ചു. അത് കഴിഞ്ഞു വൈകുണ്ഠവും ലഭിച്ചു. ഏതുപോലെ? നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. നിർമ്മലമായിരിക്കുന്ന രാമനാമത്തെ ജപിക്കുന്ന ജനങ്ങൾക്ക് ഏതുപോലെയാണോ സാരൂപ്യവും വൈകുണ്ഠപ്രാപ്തിയും ഉണ്ടാകുന്നത്, അതുപോലെ. അപ്പോൾ ഈ സ്തോത്രം മുഴുവൻ ജപിക്കാൻ സാധിക്കാത്തവർ വെറും രാമനാമം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് ഇത് ഉപസംഹരിക്കുന്നത്. അതായത് രാമനാമം മാത്രം ജപിച്ചാൽ, നിർമ്മലമായ മനസ്സോടുകൂടി രാമനാമം മാത്രം ജപിച്ചാൽ നമുക്ക് ആ സദ്ഗതി കിട്ടും. അങ്ങനെ മനസ്സിന് നൈർമല്യം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്തോത്രം ജപിച്ചാൽ മതി. അപ്പൊ സ്തോത്രം ശ്രദ്ധയോടുകൂടി അർത്ഥം മനസ്സിലാക്കി ജപിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിന് നൈർമല്യം ഉണ്ടാവും, ക്രമേണ സാരൂപ്യവും വൈകുണ്ഠപ്രാപ്തിയും ഉണ്ടാവും. അങ്ങനെയാണ് ഈ ജടായു സ്തുതി അവസാനിക്കുന്നത്. വളരെ ചെറിയ ഒരു സ്തോത്രമാണ്, എന്നാൽ വളരെ ഗംഭീരമായ സ്തോത്രമാണ്. അധ്യാത്മരാമായണത്തിൽ ഇങ്ങനത്തെ സ്തോത്രങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് അർത്ഥം നമ്മൾ അതിൻ്റെ ഒന്ന് മനനം ചെയ്യണം, പതുക്കെ ഇരുന്ന് അത് ആസ്വദിക്കണം. കാരണം അതിൽ നിന്നും നമ്മുടെ മനസ്സിൽ തെളിയുന്ന ചില അനുഭൂതികളുണ്ട്. അത് നമുക്ക് നൽകാൻ വേണ്ടിയാണ് ഈ സ്തോത്രങ്ങൾ രചിച്ചിട്ടുള്ളത്. ഇതിലൂടെ നമുക്ക് നൈർമല്യം ഉണ്ടാവും, നമ്മുടെ മനസ്സ് പരിശുദ്ധമാകും, ക്രമേണ ഭഗവത് പ്രാപ്തിയും സാരൂപ്യവും നമുക്ക് ലഭിക്കും.
അപ്പം അതിനുവേണ്ടിയുള്ള ഭാഗ്യം എല്ലാവർക്കും ആ ഭഗവാൻ തന്നെ പ്രദാനം ചെയ്യട്ടെ. ആ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ആ രീതിയിൽ ഈ സ്തോത്രങ്ങളെയൊക്കെ മനനം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജടായു സ്തുതിയുടെ എളിയ വ്യാഖ്യാനം ആ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഭഗവാനെ ശ്രീരാമചന്ദ്ര, ശ്രീരാമദൂതനായ ഹനുമാൻ സ്വാമിയെ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന എല്ലാവർക്കും നമസ്കാരം. സീതാദേവിക്കും നമസ്കാരം. ഓം കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ. ഹരി ഓം.